വളരെ വേഗം ഞാൻ ഒരു തിരുവചന ഭാഗം ഉദ്ധരിച്ച് പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം. നിങ്ങൾക്ക് വായിക്കാൻ സൗകര്യപ്പെടുമെങ്കിൽ, അവസരമുണ്ടാകുമെങ്കിൽ. ഈ സൗകര്യപ്പെടുമെങ്കിൽ എന്നുള്ളത് മധുരതാങ്കൂറിലൊരു മോശം ഭാഷയാണെങ്കിലും എൻ്റെ തട്ടകം സുവിശേഷ രംഗത്തൊക്കെ മലബാറിൽ നിന്നാക്കുന്നുണ്ട്. അവിടെ അതൊരു നല്ല ഭാഷാപ്രയോഗമാണ്. ഞാൻ ഇവിടുത്തുകാരനാണ്, പക്ഷേ എൻ്റെ വളർച്ചയുടെ ഘട്ടമൊക്കെ അവിടെയാണ്. അതുകൊണ്ട് സൗകര്യപ്പെടും എന്ന് പറഞ്ഞാൽ അവസരമുണ്ടെങ്കിൽ വായിക്കണം, ഇവിടെ കേൾക്കാൻ പറ്റണം. മൈക്കുണ്ടെങ്കിൽ വായിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ട്. താങ്ക് യു. അത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 30-31 വാക്യങ്ങളാണ്. ലൂക്കോസ് 24:30-31. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. മതി. എല്ലാവരും ഇവിടേക്ക് ശ്രദ്ധിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ചെവിയിൽ വന്നിങ്ങനെ കൊട്ടിയാലും വിഷയമില്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് ഈ കൊട്ട് കേട്ടാണ്. എരുമേലിയിലാണ് എൻ്റെ ജന്മദേശം. അതുകൊണ്ട് ഞാൻ ഉണരുന്നതേ ഈ കൊട്ട് കേട്ടായതുകൊണ്ട് നമ്മുടെ കൊട്ട് കേട്ടാലും എനിക്ക് പെട്ടെന്ന് ഉണർവ് വരികയല്ല. അതുകൊണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഇനിയൊരു ശ്രദ്ധിച്ചിരിക്കണം. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ സന്തോഷമല്ല, അവർ നടത്തട്ടെ, അതിന് പിണക്കൊന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആരാണ്, അവർ ആടുകയോ ഓടുകയൊക്കെ ചെയ്യട്ടെ. കർത്താവ് ജനിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു പ്രയോജനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരിക്കണമല്ലോ. നമ്മൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഒരു തിരുവെഴുത്ത് വായിച്ചത്. ലൂക്കോസ് ഒരു ഫിസിഷ്യനാണ്, വൈദ്യൻ, അപ്പോത്തിക്കരി, ഡോക്ടർ എന്നൊക്കെ പറയാം. ഒരു ഡോക്ടറുടെ ജോലി നമ്മെ പൂർണ്ണരാക്കുക എന്നതാണ്, നമ്മെ പെർഫെക്റ്റ് ആക്കുക. രണ്ടുപേരാണ് നമ്മളെ പൂർണ്ണരാക്കുന്നത്. കാരണം മനുഷ്യന് അപൂർണതയുണ്ട്, കുറവുണ്ട്. എല്ലാ മനുഷ്യർക്കും അപൂർണത, കുറവുണ്ടെന്ന് ആണ് പൊതുവിലൊരു ധാരണ. എൻ്റെ അറിവിൽ അങ്ങനെ കുറവില്ലാത്ത ഒരാളെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഒരു ഇന്ത്യക്കാരനാണ്, അതിൽ അഭിമാനമുണ്ട്. കർത്താവ് ഇന്ത്യക്കാരനല്ല, കുറവില്ലാത്ത ആൾ തന്നെയാണ്. ഒരു മനുഷ്യനെന്ന നിലയിൽ കുറവില്ലാത്ത ഒരാളായിട്ട് പരിചയപ്പെട്ടതൊരു സുപ്രീം കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിസ് പരിപൂർണൻ എന്നാണ്. അങ്ങനെ ബാക്കി മനുഷ്യരെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. റിട്ടയർഡ് ആയതുകൊണ്ട് ഇത് കോട്ടലക്ഷ്യമൊന്നും വരത്തുമില്ല, പോട്ടെ. ബാക്കി മനുഷ്യരെല്ലാം എന്തൊക്കെയോ കുറവുള്ളവരാണ്. അത് നമ്പ്യാരൊരു കവിതയിൽ പറയുന്നുണ്ട് രസകരമായിട്ട്. അപ്പോൾ ഈ കുറവുള്ള മനുഷ്യനെ പൂർണ്ണരാക്കാൻ അധ്വാനിക്കുന്നത് രണ്ടു കൂട്ടം മനുഷ്യരാണ്. ഒന്ന് ബ്യൂട്ടി പാർലറുകാരൻ, രണ്ട് ഡോക്ടറാണ്. ഇത് രണ്ടും അത്ര മോശമായ കാര്യമാണെന്ന് പറയാനും കഴിയില്ല. രസാവഹമായൊരു പോസ്റ്റ് കണ്ടു. അതിൽ കിടക്കുന്നത് ഒരു ബ്യൂട്ടി പാർലറിൻ്റെ മുമ്പിൽ എഴുതി വച്ചിരിക്കുകയാണ്: ആൺകുട്ടികളെ, ഇതുവഴി പോകുന്ന, ഇവിടെ വരികയും ചെയ്യുന്ന സ്ത്രീകളെ കണ്ടിട്ട് അവരോട് കമൻ്റ് അടിക്കുകയോ മോശം വർത്തമാനം പറയുകയോ ചെയ്യരുത്. കാരണം ചിലപ്പോൾ ഇവിടെ നിറങ്ങിപ്പോകുന്ന ആൾ നിങ്ങളുടെ മുത്തശ്ശിയാകാം. മനസ്സിലായില്ലേ? ഇതിനകത്തോട്ട് കയറിയിട്ട് ഇറങ്ങിപ്പോകുന്ന ആൾ ചിലപ്പോൾ നിങ്ങൾ വല്യമ്മച്ചി എന്ന് വിളിച്ച ആളാകും. പക്ഷെ ഞങ്ങളെങ്ങനെ ആക്കും അവരെ? മേക്കപ്പ് ഇട്ട് 18കാരിയായിട്ട് തിരിച്ചു വിട്ടുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇത് ചെയ്യാൻ. എന്നാൽ ഡോക്ടറുടെ ജോലി അതല്ല. അദ്ദേഹത്തിന് നമ്മളെ രോഗം മാറ്റി പൂർണ്ണരാക്കണം. അതുകൊണ്ട് ഡോക്ടർ ചോദിക്കും, സുഖമായോ? എങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം പുതിയൊരു രൂപം നമ്മൾ പ്രാപിച്ചോന്നല്ല, നമ്മളെ മുമ്പ് കണ്ടതുപോലായോ, ഭൂതകാലത്തിലേക്ക് എത്തിയോ, പഴയ രൂപത്തിലേക്ക് എത്തിയോ. പക്ഷെ ഡോക്ടർക്കൊരു പരിമിതിയുണ്ട്. ആരെപ്പോലെ ആക്കണം എന്ന് ഡോക്ടർക്ക് അറിയില്ല. കാരണം ഡോക്ടർ കണ്ട സകല മനുഷ്യരും എന്തോ അപാകതയുള്ളവരാണ്, കുറ്റമുള്ളവരാണ്, കുറവുള്ളവരാണ്. അപ്പോൾ പിന്നെ സംഭവിക്കുന്നത് ഒരു താരതമ്യമാണ്. ആരെ? താൻ കണ്ടതിൽ കൊള്ളാവുന്ന ഒരുവനെ, താൻ കണ്ടതിൽ ശരീരഘടനയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളോ ആന്തരിക അവയവങ്ങളുടെ രൂപഭാവങ്ങളോ ഒക്കെ ഉള്ള ചിലരെ ഓർമ്മ വന്നിട്ട് അതുപോലെയാക്കണം, ചികിത്സിക്കണം.
അത്രയൊരു വൈദ്യനാണ് ലൂക്കോസ്. രണ്ടാണ് തൻ്റെ സുവിശേഷങ്ങളിലും എഴുത്തുകളിലും ഒക്കെ പറയുന്നത് ഒരു ഡോക്ടറുടെ ഭാഷയാണ്. എന്താ പറയുക? ലുസ്ത്രയിൽ അമ്മയുടെ ഉദരം മുതൽ അംഗവൈകല്യമുള്ളൊരു മനുഷ്യനെ കണ്ടു, മുടന്തനായൊരു മനുഷ്യനെ കണ്ടു. അത് ഡോക്ടർ നോക്കിയാൽ ഒറ്റ നോട്ടത്തിലറിയാം ഇതെന്ന് തുടങ്ങി. നമ്മൾ നോക്കിയാൽ പറയും പുതുപ്പള്ളി സിറ്റി ഇരിക്കുന്ന കാലം മുതൽ അവൻ അങ്ങനെയാണ്. പക്ഷേ ഡോക്ടർ പറയും അമ്മയുടെ ഉദരം മുതൽ അവൻ്റെ അവസ്ഥ ഇതാണ്. ആ കണ്ണിൻ്റെ സവിശേഷത അതാണ്. ഇപ്പം പൂർണ്ണത എന്താണ്? ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അപാകതയുള്ളവനായിരുന്നു. ഞാൻ പറയുകയല്ല. എന്നാൽ ഇന്ന് നമുക്ക് അപാകതയുണ്ടോ? ഉണ്ട്. എന്തൊക്കെ? ഒരു നിശ്ചിത ഡെസിബലിന് മുകളിലെ ശബ്ദം നമുക്ക് കേൾക്കാനാവില്ല. വലിയ ശബ്ദം കേൾക്കാനാവില്ല. അതാണ് ഈ സൂപ്പർസോണിക് വിമാനങ്ങളും ശബ്ദത്തിൻ്റെ ആ സംവിധാനം ഉപയോഗിച്ചുള്ള വിമാനങ്ങൾ ഇന്ന് ലോകരാജ്യങ്ങൾ ഉപയോഗിക്കാത്തത്. ആ ശബ്ദം നമുക്കുണ്ടാക്കുന്ന ആഘാതം അത് വലുതാണ്. രണ്ടാമത്, ചിലതരം കാഴ്ചകൾ നമുക്ക് കാണാനാവില്ല. നിശ്ചിത പരിധിക്കുള്ളിലെ കാഴ്ച കാണാം, അതിനപ്പുറത്തെ കാഴ്ചകൾ കാണാനാവില്ല. മനുഷ്യൻ ത്രിമാനമായ കാഴ്ചകൾ, 3D ഡൈമെൻഷനിലെ കാഴ്ച കാണും. എൻ്റെ മുഖം ശരീരത്തിൻ്റെ ഇരുഭാഗങ്ങൾ കാണും. പിന്നിലേക്കുള്ള ഭാഗം മുമ്പിലേക്കവർക്ക് കാണാനാവില്ല. അപ്പോൾ ത്രിമാന ഘടകങ്ങളെ, ത്രിമാന രൂപങ്ങളെ കാണാം, 4ാം ഡൈമെൻഷനിലുള്ളത് കാണാനാവില്ല. ഇതാണ് മനുഷ്യൻ്റെ പരിമിതി. ഇനി അതുകൂടാതെ നാച്ചുറൽ അല്ലാത്ത ചില കാഴ്ചകളുണ്ട്, അതും കാണാനാവില്ല. എന്ന് പറഞ്ഞാൽ ദൂതനായിരിക്കുന്ന അളവിൽ നമുക്ക് കാണാനാവില്ല. കണ്ടിട്ടുണ്ട്, അത് കൃപ കൊണ്ടാണ്, അല്ലാതെ കാണാനാവില്ല. ദൂതനായിരിക്കുന്ന അളവിൽ ദൂതനെ കാണാൻ നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ കഴിയില്ല. അതുകൊണ്ടാണ് ദൂതനെപ്പറ്റി നമുക്ക് വലിയ ഗ്രാഹ്യവുമില്ല. അതുകൊണ്ടാണ് ചിലർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീടിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥിക്കും. യോഗത്തിന് പോവാണ്, ഗബ്രിയേൽ മികായേൽ ദൂതന്മാർ കാവലായിരിക്കണം. എന്തോ കാര്യത്തിനാണ്? അവിടെ എന്തോ ഇരുന്നിട്ട് ഈ ഗബ്രിയേലും മികായേലും വന്ന് നിൽക്കുന്നത്? ഒരു കോഴിക്കൂടും 2 പശുവും ഇതൊക്കെ ഉള്ളൂ. അതിനിപ്പോൾ ഗബ്രിയേലും മികായേലും വേണ്ട. മനസ്സിലായില്ലേ? പിടിയിട്ടില്ല. ഒരു ചെറിയ ആക്ഷൻ നടക്കുന്നത് DGPയുടെ സാന്നിധ്യമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് പറഞ്ഞാണ്. ദൂതനാരാണ്? ദൂതൻ്റെ ശക്തി എന്താണ്? അദ്ദേഹത്തിൻ്റെ റാങ്ക് എന്താണ്? ഈ വ്യക്തിത്വത്തെ വേണ്ടും വിധത്തിൽ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. മറ്റൊന്നുണ്ട്, നമുക്ക് പിശാചുക്കളെയും കാണാനാവില്ല എന്നുള്ളൊരു പൊതു തത്വമല്ല കേട്ടോ. കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ട്. സാന്ദർഭികമായ ചില വെളിപ്പെടുത്തലുകളിലൂടെ അതീന്ദ്ര ലോകത്തിലെ ആ ശക്തികളെയും ദൈവം ചിലപ്പോൾ കാണിച്ചു എന്ന് വരാം. പക്ഷെ പൊതുവെ മനുഷ്യന് പിശാചുക്കളെ, പരേതാത്മാക്കളെ, അതുമല്ലെങ്കിൽ മറ്റു ദുരാത്മശക്തികളെ, അവയ്ക്ക് ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്, ദൂതഗണങ്ങളെ ഒന്നും കാണാനാവില്ല. ചിലതരം ശബ്ദം കേൾക്കാൻ കഴിയില്ല, ചിലതരം കാഴ്ച കാണാനാവില്ല. ഇതൊരു വസ്തുതയാണ്. എന്നാൽ സാങ്കേതികമായ സംവിധാനങ്ങളിലൂടെ നമുക്ക് അനുവദനീയമായ ചില കാഴ്ചകൾ കാണാം. ഉദാഹരണം, കണ്ണട വെക്കുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ദൂരെയുള്ള മനുഷ്യരെ നന്നായിട്ട് കാണാം. അതുകൊണ്ട് ഇന്നലെ ചായ തന്ന ആളിനെ അടുത്ത് കണ്ടാൽ അറിയില്ല ഇതാരാണ്. ഞങ്ങൾ കുടുംബപരമായിട്ട് തന്നെ ദീർഘദൃഷ്ടിയുള്ള മനുഷ്യരായിരുന്നു. അതെനിക്ക് കിട്ടി കൃത്യമായിട്ട് ഈ ഒരു കഴിവ്. അതുകൊണ്ട് -2 സ്പെക്സ് വെച്ചാണ് ഞാൻ ദൂരെ ഇരിക്കുന്ന മനുഷ്യരെ, ഇവിടെ ഇരിക്കുന്ന മനുഷ്യരെ കാണുന്നത്. ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ്? ഇനി മറ്റൊന്ന്, കുറേ കൂടി ആധികാരികമായി, ഇപ്പോൾ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന രംഗം ദൂരത്തിരുന്ന ഒരാൾക്ക് കാണാൻ TV ഒന്നും അല്ലാത്ത, അല്ലെങ്കിൽ വീഡിയോ അല്ലാത്ത സംവിധാനങ്ങളുണ്ട്. GPS ഉണ്ട്. 70കളിൽ അമേരിക്കയിൽ ആരംഭിച്ചതാണ് ആ സംഭവം. ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അമേരിക്ക കണ്ടെത്തിയ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, ഈ സംവിധാനമൊക്കെ നമുക്ക് അടുത്ത കാലത്താണ് കിട്ടുന്നത്. ആവശ്യമുള്ള ഘട്ടത്തിൽ കിട്ടിയില്ല. 99 നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു, ആ GPS ഞങ്ങൾക്കൊന്ന് തരണം.
അന്ന് അമേരിക്ക തന്നില്ല. നമ്മൾ സ്വയം മറ്റ് വഴികൾ കണ്ടെത്തിയാണ് ഇതിനെയൊക്കെ നേരിട്ടത്. ഇന്നിപ്പോൾ നമുക്കെല്ലാം GPS ഓൾറെഡി അലൗഡാണ്. അത് ഓപ്പൺ ആക്കി കൊടുത്തു. ഡിഫൻസിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക പണ്ട് GPS. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാഴ്ചകളെ അങ്ങനെ കുറേയൊക്കെ, അതും ആ കാഴ്ചകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ, മറഞ്ഞിരിക്കുന്ന ഒരു മാർമിക സത്യത്തെ അല്ല കാണുന്നത്. അമേരിക്കയിൽ ഇരിക്കുന്ന മനുഷ്യനെ അമേരിക്കക്കാരൻ കാണുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ, ഇതിനെയൊക്കെ നമുക്ക് ഇങ്ങനെ സംക്ഷേപിക്കാം. നമ്മുടെ മുമ്പിൽ നിന്ന് ദൈവം ചില കാഴ്ചകൾ മാറ്റിയിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ നിന്ന് ദൈവം ചില കേൾവികൾ മാറ്റിയിരിക്കുന്നു. അതിനെ നമുക്ക് അത്രയും കൊണ്ട് നിർത്താം. ഇനി ഇവിടെ കേൾവിയില്ലാത്ത മനുഷ്യരുണ്ടാവും, കാഴ്ച വേണ്ടത്ര ഇല്ലാത്തവരുണ്ടാവും, ജന്മനാ വൈകല്യമുള്ള മനുഷ്യരുണ്ടാവും. പണ്ടത്തെ മനുഷ്യർ ഇത്തരം ആളുകളെ കുറെ കൂടി ടോർച്ചർ ചെയ്തിരുന്നു. ഇപ്പോൾ പ്രായമുള്ള ആളുകൾ പറയും പണ്ടൊക്കെ നല്ല സന്തോഷമായിരുന്നു, പണ്ടാരും നല്ലതെന്ന് പറയും. പക്ഷേ പണ്ടത്തെ മനുഷ്യർ കുഷ്ഠരോഗികളെ വല്ലാതെ ടോർച്ചർ ചെയ്തിരുന്നു, കണ്ണ് കാണാത്തവരെ ടോർച്ചർ ചെയ്തിരുന്നു, അംഗവൈകല്യമുള്ളവരെ ആ പേര് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. അയാൾക്ക് പേരുണ്ടെങ്കിലും കണ്ണറിയാത്തൊരു മനുഷ്യനെ കണ്ണറിയാത്ത ആളെന്നുള്ള നിലയിൽ തന്നെ ആക്ഷേപിച്ചിരുന്നു. ഇന്നത്തെ കുട്ടി ഒത്തിരി മാറി. അവരൊരു ബ്ലൈൻഡായ അങ്കിൾ എന്ന് പറയും. അംഗവൈകല്യമുള്ള ആളിനോട് ബഹുമാനം തോന്നുന്ന വിധത്തിൽ കാലം മാറി, നിയമം മാറി. അംഗപരിമിതർ എന്ന പദം പോലും ഉപയോഗിക്കാതെ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയാൻ പഠിച്ചു. അത് മാനവികതയുടെ ഏറ്റവും മനോഹരമായ ചില മാറ്റങ്ങളാണ്. പുതുലോകത്തിന് ചില നന്മകളുണ്ട്, അത് കാണാതിരിക്കേണ്ട, അതിന് പറഞ്ഞതാണ്. അല്ലാതെ പുതുലോകമെന്തോ വല്ലാതെ കുറഞ്ഞുപോയി പഴമയാണ് നല്ലത് എന്ന് ചിന്തിച്ചു വെക്കുന്നത് അത്ര സുഖകരമായൊരു കാര്യമല്ല. പഴമയിലും നന്മയുണ്ടായിരുന്നു. ആ മൂല്യങ്ങളെ ഉൾക്കൊള്ളണം. എന്തിനാ ഇത്തരം പറയുന്നറിയണ്ടേ? സത്യത്തിൽ ഒരാൾക്ക് അംഗവൈകല്യം ഉണ്ടാകുന്നതൊരു കുറവാണോ? ഒരാൾക്ക് കാഴ്ചയില്ലാതിരിക്കുന്നതൊരു കുറവാണോ? ഒരാൾക്ക് ഏതെങ്കിലും തരത്തിൽ പരിമിതി ഉണ്ടാകുന്നത് ഒരു കുറവാണോ? ദാരിദ്ര്യം ഒരു കുറവാണ്? എന്തോ അപാകതയാണോ? കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷമൊക്കെ ഇത് മാറ്റാൻ ചില വിദ്യ ഉണ്ടെന്നുള്ള നിലയിലാണ്. കോട്ടയംകാരായ നിങ്ങളോട് കൂടുതൽ ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ ഇതങ്ങനെ തീരെ നമ്മുടെ കഷ്ടപ്പാട് സുവിശേഷം മാറ്റത്തില്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ചിലരുടെ കഷ്ടപ്പാട് വല്ലാതെ അങ്ങ് മാറ്റി. ആ നേതൃത്വം കൊടുത്തവരുടെയാണ്. കൂടെ പോയവർക്കൊക്കെ അത്ര കണ്ടത് വിജയിച്ചോന്നും നമുക്കറിയില്ല. നമുക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഉയരങ്ങളിലേക്ക് ടാറ്റാ ബിർള യമഹയെ പോലൊക്കെ വളർന്ന ആളുകളുണ്ട്. ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പ്രായോഗികമായി നമ്മുടെ മുമ്പിൽ അങ്ങനെ ഉണ്ട്. അവരെയൊന്നും ചെറുതായി കാണുന്നുമില്ല, വലുതായി കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ഗോസ്പൽ അതിനുള്ളതല്ല. അത് സാർ ആദ്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ഗോസ്പൽ അത് നമ്മുടെ ശരീരരക്ഷയ്ക്കല്ലെന്ന്, ആത്മരക്ഷയ്ക്കാണ്, നിത്യതയ്ക്കാണ്. ആ നിത്യതയെക്കുറിച്ച് പറയാത്തതൊന്നും ഗോസ്പൽ അല്ല. ആ നിത്യതയിലേക്കുള്ള യാത്രയിൽ ഇഹലോകത്തിൽ നമുക്ക് എന്തു വേണം എന്നറിയുന്ന ദൈവം നമ്മുടെ ആവശ്യകതകൾ നടത്തിത്തരും എന്ന് പറയാൻ ഞങ്ങൾ അമാന്തിക്കുന്നില്ല. അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആവശ്യകതകൾ നടത്തിത്തരുന്നു എന്ന കാരണമല്ല സുവിശേഷത്തിൻ്റെ മഹത്വത്തെ ഘോഷിക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത്. അതിലേക്ക് തന്നെ വരാം. ബഹുമാനരേ, ഏദനിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, നമ്മൾ 33:7 കാണുന്നുണ്ടൊരു കാര്യം. ഹൗവ കരം നീട്ടി നിരോധിക്കപ്പെട്ട ഈ പഴം പറിച്ച് തിന്നു. ഉടനെ അവളുടെ കണ്ണ് തുറന്നു. അപ്പം അതിനു മുമ്പ് ഹൗവ എങ്ങനായിരുന്നു? ബ്ലൈൻഡായിരുന്നോ? അത് ഞാൻ കരുതുന്നില്ല അങ്ങനെ. ആദം എങ്ങനായിരുന്നു? ബ്ലൈൻഡായിരുന്നു. ആണെങ്കിൽ അദ്ദേഹം പറയുക ഗാഠനിദ്ര വന്നു, അവിടെ നിന്ന് ഉറക്കം ഉണർന്നു. തൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ നിൽക്കുന്ന കണ്ടിട്ട് ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം. ഹൗവയെ കണ്ടു, പക്ഷെ കണ്ണ് തുറന്നു. ഇപ്പോൾ എന്താകും അതിൻ്റെ അർത്ഥം? ആ മനുഷ്യൻ എങ്ങനായിരുന്നു? അന്നത്തെ മനുഷ്യരെങ്ങനെയാണ്? ഐൻ എന്നൊരു എബ്രായ പദമാണ് കണ്ണിന് ഉപയോഗിക്കുക. അറബിയിലും ഐൻ എന്നാണ് പറയുക. നമ്മുടെ UAE അൽ ഐൻ എന്നൊരു സ്ഥലമുണ്ട്. ദ ഐ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഐൻ ഓപ്പൺ ചെയ്തു. എഫദ, ആ പദമാണ് ഓപ്പൺ ചെയ്യുക, തുറക്കുക എന്നൊരു ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മളൊരു വസ്തുതാപരമായി കാണേണ്ടത് ഹൗവയ്ക്ക് എന്താണ് സംഭവിച്ചത് ഈ പഴം പറിച്ചപ്പോൾ. ഒറ്റവാക്കിൽ പറയാം, ഏദനിലെ മനുഷ്യൻ ആദർശപൂർണനായ മനുഷ്യനായിരുന്നു, ഐഡിയോളജിക്കൽ മാനായിരുന്നു ദൈവം ഏദനിൽ സൃഷ്ടിച്ചത്.
ഞാൻ ഒരളവിലും പരിണാമ സിദ്ധാന്തം വിശ്വസിക്കുന്നില്ല. ജീവപരിണാമം, പ്രപഞ്ചത്തിന് പരിണാമം ഉണ്ടായി എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ബൈബിൾ ഓൾസോ സേസ് ഭൂമിക്ക് പരിവർത്തനങ്ങളുണ്ടായി, ഭൂമിക്ക് ഭാവാന്തരങ്ങളുണ്ടായി, പ്രപഞ്ചത്തിനൊക്കെ മാറ്റമുണ്ടായി. പക്ഷെങ്കിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതെനിക്ക് ഒരു ഡിബേറ്റിലൊക്കെ പറയാൻ വേണ്ട ഒരാർജവം ദൈവം തന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തെന്നാൽ ഈ സിദ്ധാന്തങ്ങളെ ശാസ്ത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഇടത്താണ് ഇതിൻ്റെ ആ പ്രശ്നം കിടക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഇങ്ങനെയൊക്കെ ധരിച്ചിട്ടുണ്ട്. സിദ്ധാന്തം ഒരിക്കലും ശാസ്ത്രമല്ല, അത് ശാസ്ത്രത്തിലേക്കുള്ള ഹൈപ്പോത്തസിസ് മാത്രമാണ്. നിയമമാണ് ശാസ്ത്രം. ലോ ഓഫ് ഗ്രാവിറ്റി ശാസ്ത്രമാണെങ്കിൽ എവല്യൂഷൻ തിയറി ശാസ്ത്രമല്ല, അതിലേക്കുള്ളൊരു അന്വേഷണമാണ്. അതൊന്നും പ്രൂവണല്ല. കാരണം ആ ഒരു കാര്യം പറഞ്ഞു പോയാൽ മറ്റു പല കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റാതെ വരും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ചോദ്യം പൊതുജനങ്ങളോടായിട്ട് ചോദിക്കുകയാണ്. പുറത്തും ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ. നമുക്ക് ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമമുണ്ട്. 3 ആണ്. അതനുസരിച്ച് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായൊരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. പരിണാമം ചലനാത്മകമാണെങ്കിൽ പരിണാമത്തിൻ്റെ റിയാക്ഷൻ എന്താണ്? അതിന് റിയാക്ഷൻ ഉണ്ടാവില്ല. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വേണം. അങ്ങനെയെങ്കിൽ ഒരു പരമാണുവിൽ നിന്ന് വികാസം പ്രാപിച്ച് ഇന്ന് കാണുന്ന അളവിലേക്ക് സങ്കീർണമായ പ്രപഞ്ചം വീണ്ടും തിരിച്ചാകണം. കുരങ്ങൻ രൂപപ്പെട്ട് ഇന്ന് കാണുന്ന മനുഷ്യനാണെങ്കിൽ തിരിച്ച് നമ്മൾ വീണ്ടും കുരങ്ങനാകണം. ഇവിടെ ഒരു തെറ്റിദ്ധാരണ വരുത്താറുണ്ട്. കുരങ്ങ് പരിണമിച്ചാൽ ആണ് മനുഷ്യനുണ്ടായതെന്ന് പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നില്ലെന്നാണ്. ആര് പറഞ്ഞില്ലെന്ന്? എന്തിനാ മാറ്റിയത്? അടവൊക്കെ കൈവച്ചു. ഞാൻ പഠിപ്പിച്ചത് പാസുമാരൊന്നും പഠിപ്പിച്ചല്ല ഇത് കേട്ടെ, സാറ് പഠിപ്പിച്ചത് കേട്ടെ. സാറ് പഠിപ്പിച്ച ഉമ്മ പറഞ്ഞതുമില്ല. സ്കൂളിലെ പാഠപുസ്തകത്തിൽ നിങ്ങൾ കണ്ടു കാണും, ഒരു കുരങ്ങൻ, അവന് വാലില്ലാതാവുന്നു, അവൻ അല്പം ഉയരം വെക്കുന്നു, അവനല്പം നേരെ നിൽക്കുന്നു, ഹോമോസാപ്പിയൻസ് ആകുന്നു, പിന്നെ മനുഷ്യനാകുന്നു. ഈ പടം ഞങ്ങളുടെ ഉള്ളിൽ തന്ന ആരാ? നിങ്ങളാ തന്നെ. എന്നിട്ട് അബദ്ധം തിരിച്ചറിഞ്ഞപ്പോഴേക്ക് പറയുകയാണ്, വിശ്വസിക്കരുതേ, ഞങ്ങളങ്ങനെ പറയുന്നില്ല. പിന്നെ ഞങ്ങളാണ് പറഞ്ഞത്. ഞങ്ങളെന്നേ പറഞ്ഞു ഇത് പൊട്ടത്തരമാണ്, ഇത് പോസിബിളല്ല. 100,000 ചോദ്യങ്ങൾ പിന്നെയും കിടക്കുന്നു. ഈ 2 ജെൻഡറുകൾ എങ്ങനെ ഉണ്ടാകും പരിണമിച്ച്? ആ 2 ജെൻഡറുകളിലൂടെ എങ്ങനെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണം എന്ന ആ നിയതമായ ചിന്ത ആരാണ് രൂപപ്പെടുത്തിയത്? പർപ്പസ്ഫുള്ളല്ലാതെ, അല്ലെങ്കിൽ ഒരു മാത്തമെറ്റിക്കൽ പ്രിൻസിപ്പിൾസ് കൂടാതെ അങ്ങനെ യോജിച്ചാൽ ഒരു വസ്തു അർത്ഥപൂർണ്ണമാകും. ആ ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയാം. H2O എന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ വെള്ളത്തിന്. ഹൈഡ്രജൻ്റെ 2 ആറ്റവും ഓക്സിജൻ്റെ 1 ആറ്റവും സംയോജിച്ചാലേ വെള്ളമാകും. ആ കണക്ക് തെറ്റിയ വെള്ളം ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളെപ്പോലെ എന്നെപ്പോലൊരു മനുഷ്യനുണ്ടാകണമെങ്കിൽ ഒരു ഗണിത തത്വം വേണം. ആ ഗണിത തത്വത്തിൽ 1 മില്ലി തെറ്റിയാൽ മനുഷ്യനല്ല, മറ്റൊന്നായി മാറും. ആ ചലനത്തിന് നിയമമുണ്ട്. ആ ചലന നിയമം അനുസരിച്ച് ഈ തിരിച്ചു പോയാൽ എവിടെ ചെല്ലും? ഉത്തരവൊന്നുമില്ല. അവർ തിരിച്ചു പോകത്തേ ഉള്ളൂ. എന്നോട് അടുത്ത കാലത്ത് ചില ആൾ ചോദിച്ചു, സംവാദമൊക്കെ നിർത്തിയോ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളല്ല നിർത്തിയത്, ഓപ്പോസിറ്റുള്ള ആളുകളില്ലേ, പിന്നെന്ത് ചെയ്യും? ഒറ്റയ്ക്ക് നിന്ന് ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ, ഒറ്റയ്ക്ക് നിന്ന് സമൂഹഗാനം പാടാൻ പറ്റുമോ? ഇല്ലെന്നേ. എന്താ പറ്റിയേ? യേശുവിന് വേണ്ടി കരുത്തന്മാരായ ചുറുചുറുക്കുള്ള യുവാക്കൾ ഒത്തിരി ഇരുന്നിട്ട് ഞാനവിടെ കൂടെ പറയാറുണ്ട്, ഞങ്ങളൊന്നും ഇപ്പോൾ ആവശ്യമില്ല. നല്ല ചുറുചുറുക്കുള്ള ധീര സമര സേനാനികൾ, തങ്ങളുടെ വാക്കുകൊണ്ട്, ആശയം കൊണ്ട് ഇത്തരം ചിന്താവിരുദ്ധതയ്ക്കും ഇതേ അതിശക്തമായ പ്രഹരമേൽപ്പിക്കാൻ പറ്റുന്ന യേശുവിൻ്റെ രക്തം സിരകളിലൂടുന്ന ഒരു പുതുതലമുറ രൂപപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പം നമ്മളൊന്നും ആവശ്യമില്ല, ഒരു പിന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി. നാടൊട്ടുക്ക് ഞങ്ങളെയൊക്കെ സംവാദത്തിന് ക്ഷണിച്ച് വന്നിരുന്ന മനുഷ്യരുണ്ട്. ഇപ്പോൾ പോസ്റ്ററൊന്നും കാണാനില്ല, എവിടെയും കാണാനില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നു. അതാണ് കാര്യം. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ അതിനകത്ത് സാങ്കേതിക തടസ്സമൊന്നുമില്ല. നമുക്ക് ആദം ഹവ്വയിലേക്ക് വരാം. സന്തോഷമാണോ? സ്തോത്രം. ഞാനിങ്ങനെ ശാന്തമായി പറയുന്നൊരു മനുഷ്യനാണ്. നാളെ കാവാലമാണോ? അതൊക്കെ ഫാസ്റ്റ് നമ്പറിൽ കാര്യങ്ങൾ ചെയ്തോളൂ. പിന്നെ ഓരോരുത്തർക്കും അവരുടെ വെളിയും തിരഞ്ഞെടുപ്പുണ്ട്. നമുക്കത് മാറിയിരിക്കാൻ കഴിയില്ല. പി എ മാത്യു സാറും ഞാനും ഒക്കെ ഏതാണ്ട് ഒരുപോലെ പറയുന്നവരാണ്, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അതിൻ്റെ ഒരു നേച്ചറുണ്ട്. ഞാനപ്പുറത്ത് പോകാൻ കഴിയില്ല. അപ്പോൾ അത് അപാകതയൊക്കെ പരിഹരിച്ച് അവർ കൈകാര്യം ചെയ്തോളൂ അടുത്ത ദിവസം വരുന്ന ആളുകൾ. സ്തോത്രം. അതുകൊണ്ട് ഞാനതുപോലെ പറയാറുണ്ട്, ഈ പാട്ടുകാരോടും പറയാറുണ്ട്, നിങ്ങൾ ഒത്തിരി പ്രസംഗിക്കരുത്, ഈ പാടാൻ വിളിച്ചങ്ങ് പാടിയോ. എൻ്റെ മുഖപുരം നിന്ന് പ്രസംഗിച്ചാൽ നിങ്ങളുടെ വിളി പാട്ടാണെന്ന്, അതങ്ങ് ചെയ്യേ, ഭംഗിയായിട്ട് പാടണം. ഈ ആമുഖം പറയുന്ന നേരത്തിന് 2 പാട്ടൂടെ പാടി അത് കേൾക്കാൻ വലിയ സന്തോഷമാണ്.
തന്നെയല്ല ഈ പാട്ടുകാർ പറയുന്ന പോലെ ഒന്നും ആക്ട് ചെയ്യാൻ നമുക്കൊന്നും എല്ലാവർക്കും പറ്റിയെന്ന് വരികയില്ല. ഇങ്ങനെ വെക്കാം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുകയില്ല. ആദ്യമൊക്കെ ഞാൻ അടുത്ത കാലത്ത് ഒരു ഗ്രാജുവേഷൻ പോയി, എൻ്റെ വൈഫും ഉണ്ട്, ഇന്നും വന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ നല്ല പരിപാടിയാണ്. ഇപ്പോൾ ആ പയ്യൻ പറയുന്ന പോലെ ഒന്നും ചെയ്യാനുള്ള ഒരു ആരോഗ്യം എനിക്കില്ല. 2 സ്ട്രോക്ക് ഒക്കെ വന്ന ആളാണ് ഞാൻ. അറ്റാക്കല്ല, സ്ട്രോക്കാട്ടോ, അത് വന്ന ആളാണ്. ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുള്ള ഈ വണ്ടിയുടെ വൈപ്പർ ആടുന്ന പോലൊക്കെ ഇങ്ങനെ പുള്ളി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും അതേ പരപ്രേരണ കൊണ്ടൊന്നും ചെയ്യരുതെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ ഈ ചങ്ങാതി പറയാ, സൈലൻ്റായിട്ടിരുന്നോ, ഇപ്പോൾ സൈലൻ്റ് അറ്റാക്കുള്ള സമയമാണെന്ന് ഓർത്തോണോ. എന്തൊരു കാര്യമാണെന്ന് ആലോചിച്ച്. പിള്ളേരുടെയൊക്കെ വായിന്ന് വീഴുന്ന ഓരോ വാക്കുകൾ, അതായത് അവൻ്റെ ഇഷ്ടത്തിന് ഞാൻ നിൽക്കാതെ വന്നപ്പോൾ കൊന്നുകളയുമെന്ന് പറയുന്ന, ഇതിലും നല്ലത് കൈയടിക്കടാ അല്ലെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം പെട്ടെന്ന് പിടികിട്ടി തന്നെ. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, ആരും പ്രകോപിപ്പിച്ച് കൈയടിക്കരുത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് വീണ്ടെടുപ്പുകാരനെ സ്തുതിക്കാൻ അന്തരാത്മാവിൻ്റെ ഒരു പ്രേരണയുണ്ട്. ആ പ്രേരണ അനുസരിച്ച് സ്തുതിക്കുമ്പോൾ ഞാൻ ആരാധിക്കുന്നത് വചനത്തിൻ്റെ ഒരു വെളിപ്പാട് പ്രസംഗിക്കുമ്പോൾ കിട്ടും. അപ്പോൾ നമ്മൾ ആരാധിച്ചു, അതാ നാച്ചുറൽ. അത് നാച്ചുറൽ. അന്നേരം ആരും ഒന്നും പറയട്ടെ, ഇനി വരികയില്ലേ. സ്തോത്രം. ഈ ആത്മനിറവും അന്യഭാഷാ ഭാഷണമൊക്കെ നിന്നുപോയി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ കുറേ പേര് ഒരിക്കൽ പോയിരുന്നപ്പോൾ അത് ബഹുമാന്യനായ പരേതനായ തിരുവട്ടാർ പ്രസംഗിക്കുകയാണ്. എന്തൊരു ആനന്ദമാണ്. ആ വചനം ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ കുറേ പേര് അങ്ങോട്ട് പ്രതികരിച്ചപ്പോൾ ഒരു വോളണ്ടിയർ വന്നിട്ട് പറയാം, ഇവിടെ നിന്ന് ഉഴപ്പാൻ പറ്റിയില്ലെന്ന്. എന്താ ചെയ്യുന്നത്? ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകും? ചിലർ പോയാൽ അങ്ങോട്ട് ടെസ്റ്റിനിൽ, ചിലർ പോയാൽ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. ആകെപ്പാടാ വിഷയം. ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. നമുക്കൊരു ഇൻബിറ്റ്വീൻ ശരിയാണ് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊരു ശരിയുണ്ട്. ആത്മനിറവും ആവേശവും ഒക്കെ വന്നാൽ അതിന് നൃത്തമൊക്കെ ഉണ്ടെന്ന്. ഇത് കൈവിട്ടു പോകരുതെന്ന്. പട്ടം പറക്കും നല്ലതാണ്, പക്ഷേ നൂല് നമ്മുടെ കയ്യിലിരിക്കണം. ഇത് കൈവിട്ടു പോകരുത്. അവിടെയാണ് പട്ടമാണെന്ന് പറഞ്ഞ് ഒട്ടിച്ചവിടെ വെച്ചാൽ കടക്കാരൻ വെച്ചേക്കുന്നത് വെക്കരുത്. അവൻ്റെ പട്ടം പറക്കുകയില്ല, അവിടെ ഇരിക്കത്തുള്ളൂ. ഇത് വർക്ക് ചെയ്യണം, ചലനാത്മകമാണല്ലേ. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ആദം ഹൗവമാർക്ക് ദൈവം ചില കാഴ്ചകൾ മറച്ചു. ആ മറച്ച കാഴ്ചകളിലേക്കുള്ള അന്വേഷണമാണ് ഹൗവയുടെ പരാജയം. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കാം. നമുക്കിന്ന് ആദ്യം ചിന്തിക്കാം. തമ്പുരാനെ, ഞാൻ കാണരുത് എന്ന് നീ ആഗ്രഹിച്ചതെന്തോ അത് കാണരുത്. എനിക്ക് ആഗ്രഹമുണ്ടോ നീ മക്കൾക്ക്? ഞാൻ എന്ത് കാണണമെന്ന് നീ ആഗ്രഹിച്ചോ അത് ഞാൻ കണ്ടിരിക്കണം. ഈ സമർപ്പണത്തോടെ അല്ല ഹൗവ നിന്നത്. പാമ്പവളെ വഴിതെറ്റിച്ചു. അതുകൊണ്ട് ഒരു കാര്യം, ദൈവം നമ്മെ ഏതളവിലാക്കിയോ അതൊരു ശാപമൊന്നുമല്ല, അതൊരു കുറവൊന്നുമല്ല. അത് കുറവല്ല എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നൊരു ഘടകമുണ്ട്. ബൈബിളിൽ ഒരന്ധനെ കാണാം, നിരവധി അന്ധന്മാരെ കാണാം. ഒരാളാണ് നമ്മുടെ ബർത്തിമായി. ആ തിമായിലൂടെ വരണം. ഈ തിമായി എന്ന പദം ശരിക്കും ടോമി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ ശരി രൂപമാണ് ഈ തിമായി. അല്ലെ, തിമായി ലോപിച്ചുണ്ടാകുന്നതാണ് ടോമി. അതിൻ്റെ ശരിപ്രയോഗം തലോമായി എന്നാണ്. ഈ തലോമായുടെ ഇംഗ്ലീഷ് ടോളമി എന്നാണ്. ടോളമി. ഈ ടോളമി തലോമായിയായി, ചിലരത് തിമായി ആയിട്ട് ചുരുക്കി. ഇതൊരു രാജകുടുംബത്തിൻ്റെ പേരാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഒരു സൈനിക മേധാവിയുടെ പേരായിരുന്നു ടോളമി. ഈ ടോളമി അലക്സാണ്ടർ മരിച്ച ശേഷം പിളർന്നു പോയി ഈജിപ്റ്റ് കേന്ദ്രീകരിച്ചൊരു രാജ്യമുണ്ടാക്കി. ടോളമി രാജവംശം നിലവിൽ വന്നു. അവർ സംഗീത നിപുണരും വിജ്ഞാന സമ്പന്നരുമായ ആളുകളായിരുന്നു. അതിലൊരു ടോളമിയാണ് നമ്മുടെ പഴയ നിയമം വിവർത്തനം ചെയ്യാൻ വേണ്ടി കൂലി കൊടുത്ത് ആളുകളെ സജ്ജീകരിച്ച് യേശു ജനിക്കുന്നതിനും 3 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ടോളമി ഫിലാഡൽഫസ് എന്നൊരാൾ ഇത് പരിഭാഷപ്പെടുത്തി വെച്ചു. ആ പരിഭാഷയാണ് LXX എന്ന് പറയുന്നത്, സെപ്റ്റുവജൻ്റ് എന്ന് പറയുന്നത്. യേശുവിൻ്റെ കാലത്തെ ആളുകളും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരുമൊക്കെ ഉപയോഗിച്ച ഗ്രീക്ക് ബൈബിള് ആ ടോളമി ഫിലാഡൽഫസിൻ്റെതായിരുന്നു. അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും. എന്താ സംസാരിക്കുന്നവിടെ? ഞാൻ പറഞ്ഞല്ലോ തെറ്റിയോ? ടോളമി അല്ലേ? ടോളമി അല്ലെന്ന് വല്ലതും ഉണ്ടേ എനിക്ക് കുഞ്ഞ് പിന്നെ പറഞ്ഞു തരണം. അങ്കിളിന് പറഞ്ഞു തന്നിട്ടേ വിടാവുള്ളൂ. ഒരാളെ അങ്ങനെ വിടരുത്. പറയുന്നതെല്ലാം വെട്ടി വീഴുന്നുണ്ട് കേട്ടോ. കുഞ്ഞിനെ അങ്കിളിന് ഇഷ്ടപ്പെട്ടു, നല്ല കുഞ്ഞാ. ശ്രദ്ധിച്ചിരുന്നോ? ഒന്നാമത് എനിക്കൊത്തിരി പ്രശ്നമുള്ള ആളാണ്. അതുകൊണ്ട് എവിടെ നിന്ന് എന്താ വരുന്നതെന്ന് അറിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ പേടിച്ചവിടെ നിൽക്കുന്നത്. പിന്നെ ഒരു കൃപയിൽ ഇങ്ങനെ നിന്ന് പോകുന്ന സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, ടോളമി ഫിലാഡൽഫസ് അടക്കമുള്ള ആളുകൾ ബൈബിളിൻ്റെ പരിഭാഷയിൽ ഏർപ്പെട്ടു. 72 വൈയാകരണന്മാരെ കൊണ്ടുവന്ന് മുഴുവൻ ബൈബിളും പരിഭാഷപ്പെടുത്താൻ ആരംഭിച്ചു. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് 2 പേർ
ആ പാതി വഴിയിൽ മരിച്ചുപോയി. ബാക്കി 70 പേരുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ട്രാൻസ്ലേഷൻ ഉണ്ട്. അതാണ് അപ്പോസ്തലന്മാർ പിന്നെ ഉപയോഗിച്ചത്. എബ്രായ ലേഖനത്തിലേക്ക് 106 പരം ഉദ്ധരണികൾ വന്നത് അതിനുള്ളിൽ നിന്നാണ്. ഇത്തരത്തിൽ അനുഗ്രഹീതനായ ഒരു പശ്ചാത്തലമുള്ള ഒരു ചരിത്രമുള്ള ടോളമി. പിന്നീട് കാലമേറെ കഴിഞ്ഞപ്പോൾ ഈ ടോളമി രാജവംശമൊക്കെ തകർന്നു. എങ്കിലും ഈ ടോളമിയുടെ പേര് മക്കൾക്കിടുന്നത് ആൾക്ക് വലിയ സന്തോഷമായി. ഈ സച്ചിൻ എന്നൊക്കെ ഹീറോകളുടെ പേര് അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ പേരിടുന്ന പോലെ എങ്ങോട്ട് തിരിഞ്ഞാലും ടോളമി. നമ്മൾ ഈ കോതമംഗലത്തൊക്കെ ചെന്നാൽ എങ്ങോട്ട് തിരിഞ്ഞാലും എൽദോസും കാണും, ബേസിലും കാണും. ഇത്തരം പേരുകളാണ്. അപ്പം ഇത്തരം സെലിബ്രിറ്റികളുടെ പേരുകൾ കുഞ്ഞുങ്ങൾക്ക് ഇടുന്നത് പോലെ ഈ പേരുകൾ ഇട്ടിട്ട് ഈ പേര് ഒത്തിരി ആയി കഴിഞ്ഞപ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സച്ചിൻ ഒത്തിരി കുട്ടികൾക്ക് പേരായിട്ട് സച്ചിൻ കുഞ്ഞെന്ന് ഇടുന്ന പോലെ, സച്ചിൻ മോനെന്നൊക്കെ ഇടുന്ന പോലെ ഈ ടോമി എന്ന പേരിനോട് അല്ലെ തിമായി എന്ന പേരിനോട് ചേർത്ത് ബെർത്തിമായി എന്നൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരുത്തിന് പേര് ബെർത്തിമായി അല്ലെ ബെർത്തലോമായി. പക്ഷെ അയാളുടെ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? കണ്ണ് കാണത്തില്ല. കണറിയാത്ത ബെർത്തിമായി. ആ മനുഷ്യന് പക്ഷെ ഭാവനാസമ്പന്നയായ ഒരമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മകൻ ഈ പേരിട്ടത്. തൻ്റെ കുഞ്ഞിന് പരിമിതി ഉണ്ടെങ്കിലും ഒരമ്മയ്ക്കിത് ഒരു കണ്ണുപൊട്ടനല്ല. അമ്മ അവനെ കാണുമ്പോഴൊക്കെ വിഷമിക്കാറുണ്ട്. ഞാനൊരിക്കൽ അന്ധനായൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു സാക്ഷ്യം പറഞ്ഞു. ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായ പ്രതിസന്ധിക്ക് നടുവിൽ വിഷം കഴിച്ച് മരിക്കാൻ ആ കുടുംബം തീരുമാനിച്ചു. ആഹാരമൊക്കെ ഉണ്ടാക്കി, അതിൽ വിഷം കലക്കി. മക്കളെല്ലാം അരികിൽ വിളിച്ചിട്ട് അപ്പനും അമ്മയും കടഭാരത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ഇത് കലക്കി കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഒരു തോന്നൽ വന്നു. ഇതിലൊരാൾ ബ്ലൈൻഡാണ്. ഈ കുഞ്ഞിനിത് അറിയില്ല എന്താണ് കൊടുക്കുന്നത്. അവനെ ചതിക്കണമല്ലോ എന്നൊരു ചിന്ത കൊണ്ട് ഇതുവരിത് വേണ്ടാന്ന് വെച്ചു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ കാണാനാവാത്ത കണ്ണ് എൻ്റെ കുടുംബത്തിന് മുഴുവൻ രക്ഷ വരുത്താൻ ഒരു കാരണമായി. അതുകൊണ്ട് ഇങ്ങനെ മരണം വരെ ഇരിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. അതുകൊണ്ട് അമ്മ ഈ കുഞ്ഞിനെ കാണുന്നത് പരിമിതികളുള്ള ആളായിട്ടല്ല, അത് കുഞ്ഞാണ്. നല്ലൊരു പേരിട്ട് കൊടുത്തു, ബെർത്തിമായി. ഈ പേര് കൊണ്ട് ജീവിക്കവേ അവൻ അമ്മയോട് ചോദിച്ചു കാണും, അമ്മ എന്താ എൻ്റെ പേരിൻ്റെ അർത്ഥം? പറഞ്ഞു കൊടുത്ത, മാനെ, നാടിനെ ഗംഭീരമായി ഭരിച്ചൊരു രാജകുടുംബത്തിലെ പേരാ നിനക്കിട്ട്. ഈജിപ്റ്റ് ഭരിച്ച ഒരു രാജകുടുംബത്തിലെ പേര്. നീ അന്ധനാണെങ്കിലും ഈ പേര് നിനക്കൊരു കരുത്ത് തരും. ഈ പേര് നിനക്ക് ചില തിരിച്ചറിവുകൾ തരും. ആ പേര് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ നിന്നെ ബലപ്പെടുത്തും. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ആജ്ഞാനുവർത്തിയായി നിന്ന് അനവധി യുദ്ധതന്ത്രങ്ങളിൽ വിജയിച്ച ടോളമിയുടെ രാജകുടുംബത്തിൻ്റെ ആ പേരാ നിനക്ക് തന്നിരിക്കുന്നത്. അന്ധനായിരുന്നാലും നിന്റെ ധൈര്യം ചോർന്നു പോകണ്ട. അവന് യാചകനാ. പക്ഷെ അവൻ മറ്റൊന്നു കൂടി കേട്ടിട്ടുണ്ട്, ദാവീദിനെ പറ്റി. ദാവീദ് ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജാവാണെന്ന് കേട്ടിട്ടുണ്ട്. ആ രാജകുടുംബത്തിൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ട്. ആ രാജകുടുംബത്തെക്കുറിച്ചുള്ള പ്രവചന വാക്കുകൾ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. പറഞ്ഞു കൊടുത്തു, മകനെ, ഈ രാജകുടുംബത്തിൽ നിന്ന് ഒരിക്കലൊരു മശിഹ പിറക്കും. ആ പിറക്കുന്ന മശിഹയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവിടുന്ന് വരുമ്പോൾ നിന്നെപ്പോലുള്ള കണ്ണുകൾ കാണും. മുടന്തന്മാർ എഴുന്നേറ്റ് നടക്കും. സംസാരശേഷി നഷ്ടപ്പെട്ടവർ വാചാലരാകും. ആർക്കും ചെയ്യാനാവാത്ത പ്രവൃത്തി ചെയ്യുന്ന ഒരു ദാവീദ് പുത്രനെ നീ മനസ്സിലാക്കിക്കൊള്ളണം. ഇതവൻ്റെ ഹൃദയത്തിൽ കിടന്നു. ഇന്ന് വചനം കേൾക്കുമ്പോൾ ഓർക്കണം, ദാവീദ് പുത്രനെക്കുറിച്ചുള്ള ഒരു വചനം മതി നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാനെങ്കിൽ. അകത്തും പുറത്തും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മൾ കേൾക്കുന്ന ഈ ദൈവജനത്തിലൂടെ ജീവിക്കുന്ന ദൈവപുത്രനെ ഹൃദയത്തിൽ കൊണ്ടിട്ട് ഉലകത്തോട് പറയാം, അവിടുന്നാണ് രക്ഷകൻ. നമ്മെ അടിമുടി മാറ്റിമറിച്ച് നമ്മുടെ ജീവിതത്തിന് ഊടും പാവും നെയ്യാൻ കഴിയുന്ന ആത്യന്തികനായ ദൈവത്തിൻ്റെ പുത്രൻ. അതുകൊണ്ട് നാശപട്ടണത്തിൻ്റെ പടിവാതിൽ കടന്ന് യേശുക്രിസ്തു എന്ന മഹാനുഭവൻ നടന്നു വരുമ്പോൾ പഠിപ്പും വിദ്യയുമുള്ള പൊതുജനങ്ങൾ വീമ്പിളക്കി പറഞ്ഞു, ദാ പോകുന്നു ശാസ്ത്രമറിയാത്തവൻ, തച്ചൻ്റെ മകൻ. ആക്ഷേപിക്കപ്പെടുന്ന നിരവധി പേരുകൾ കൊണ്ട് യേശുവിനെ അവഹേളിക്കുമ്പോൾ ഒരാളോടും പ്രതിവാദം പറയാതെ യേശു ഒറ്റക്കത് വഴി ഇതൊന്നും കേൾക്കാതെ നടന്നു വരുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ചില നിശ്ചയദാർഢ്യങ്ങൾ ആ ഹൃദയത്തിലുണ്ട്. ചിലത് ചെയ്തെടുത്തിട്ടേ അവിടുന്ന് മടങ്ങിപ്പോകൂ.
നാളുകൾക്കപ്പുറത്ത് ശാപഗ്രസ്തമായ ജെരികോയുടെ പടിവാതിക്കലൂടെ അവൻ കടന്നു വരുമ്പോൾ, ഈ പട്ടണത്തിന് കട്ടളക്കാൽ വെക്കുമ്പോൾ, അടിസ്ഥാനമിടുമ്പോൾ, ഇളയ മകനും മൂത്ത മകനും ഒക്കെ മരിക്കുമെന്ന ശാപം മൂടിക്കിടക്കുന്ന മണ്ണിലേക്ക് ആരും പോകാൻ അറക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളിലൂടെ ജൈത്രയാത്ര ചെയ്യുന്ന വെളിച്ചത്തിന്റെ രാജകുമാരൻ ഈ രാത്രി നമ്മുടെ മധ്യേ തലങ്ങും വിലങ്ങും നടകൊള്ളുന്നുണ്ട്. അവിടുത്തെ പാദസ്പന്ദനം കേൾക്കുന്ന ദൈവമക്കൾ കാതുകൂർപ്പിച്ച് പിടിച്ചുകൊണ്ട് പറയണം, ചിലതരം ശബ്ദങ്ങൾ ഞങ്ങൾക്ക് ഈ രാത്രി കേൾക്കാം. ലോകം അടച്ചു വച്ച ചില ശബ്ദങ്ങൾ കേൾക്കാം, ചില വ്യക്തികളെ കാണാം. അകക്കണ്ണുകൾ തുറന്നുകൊണ്ട് ആ കാഴ്ച കാണാൻ വേണ്ടി നിയോഗിതരായ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരേ, അവിടേക്ക് വരുമ്പോൾ ഇവനൊരു വിളിക്കുക, യേശുവേ ദാവീദ് പുത്ര. അവിടെ നിന്നോ എല്ലാ മനുഷ്യൻ മിണ്ടാതിരിക്കുക. അടുത്ത വചനം, അവനോ അധികം ശബ്ദത്തിൽ ഉച്ചത്തിൽ വിളിച്ചു. ഇവൻ ചെയ്തൊരു നിയമവിരുദ്ധ പ്രവൃത്തിയാണെന്നറിയാമോ? എന്താ കാര്യം? രാജ്യം ഭരിക്കുന്ന റോമാ കൈസറുണ്ടേ. ആ റോമാ കൈസർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് യഹൂദന്മാർക്കൊരു മശിയ വരുന്നു പിറക്കുന്നുള്ളത്. നാട് ഭരിക്കുന്ന നാടുവാഴിയുണ്ടേ പീലാത്തോസ്. ആ നാട്ടിലൊരു നാട്ടുരാജാവുണ്ടേ ഹെരോദ. ഇവർക്കാർക്കും ഒരു മശികയെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹമില്ല. മശിക തങ്ങളുടെ അവസരം തട്ടിക്കളയും, അധികാരം തട്ടിക്കളയും. അതുകൊണ്ട് ആ ശബ്ദം മുഴക്കാൻ താല്പര്യമില്ലാതെ ആളുകൾ ഇരിക്കവേ ഒരുവൻ ഒറ്റയ്ക്ക് പറയുക, നീയാണ് മശിക, നീയാണ് രാജാവ്, നിന്നെ തന്നെയാണ് ഞാൻ വിളിക്കുന്നത്, യേശുവേ ദാവീദ് പുത്ര. സ്പെസിഫൈ ചെയ്യുക. ശാസ്ത്രിക്ക് കണ്ടുപിടിക്കാനാവാത്ത, പരീശന് തിരിച്ചറിയാനാവാത്ത, ആരവാരം മുടക്കുന്ന മനുഷ്യർക്ക് തിരിച്ചറിയാനാവാത്ത ഒരറിവിൻ്റെ ആഴങ്ങളിലേക്ക് അന്ധൻ്റെ ഹൃദയത്തെ ദൈവം ഉണർത്തിയെങ്കിൽ അവനരികിൽ വന്നു. അവനോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്താ ചെയ്യണ്ടേ? ആ ചോദ്യം കേട്ടപ്പോൾ അവൻ്റെ ഒരു വിളി കേട്ടില്ലേ, റബ്ബൂനി. ഒരു എബ്രായ പദത്തിൻ്റെ ഒടുവിൽ ഈ ശബ്ദം വന്നാൽ എൻ്റെ എന്നർത്ഥമാകും. ഉദാഹരണം, ഏൽ എന്ന് വെച്ചാൽ ദൈവം എന്നാണ്, ഏലി എന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ. കണ്ടോ, ഏലി എന്ന് പേരുള്ള സൗകര്യമാരുടെ വിഷമിക്കേണ്ട, എൻ്റെ ദൈവമേ എന്നാ പേരിൻ്റെ അർത്ഥം. ആ പേരൊക്കെ ഇട്ടിട്ട് മര്യാദയ്ക്ക് ജീവിച്ചോണം, അതേ ഉള്ളൂ. ഏലി എന്ന് പറഞ്ഞാലാണ് റബ്ബൂനി, എൻ്റെ ഗുരു. നമുക്ക് ചോദിക്കാം, നിന്നെ എവിടെ വെച്ചാൽ പഠിപ്പിച്ചേ? ഇല്ല, ഞാൻ ക്ലാസ് പഠിച്ചിട്ടില്ല. 12 ശിഷ്യന്മാരുടെ കൂടെ മാസ്റ്റർ റോളിൽ എൻ്റെ പേരില്ല, ഒറ്റ അറ്റൻഡൻസും എനിക്കില്ല, ദൈവരാജ്യത്തിൻ്റെ ക്ലാസ് കേട്ടില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഇതെൻ്റെ ഗുരുവാ, എൻ്റെ അവകാശം ഇവൻ്റെ മീതയാ, ഞാൻ വിട്ടുതരില്ല എൻ്റെ ഗുരു. ഈ രാത്രി അവകാശബോധത്തോടെ പറയാം, അങ്ങൻ്റെ കർത്താവാണ്. നിന്നെ വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാത്ത ആത്മബന്ധത്തിലാണ് എൻ്റെ ജീവിതം. റബ്ബുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവൻ കണ്ടു. അവൻ്റെ ആ കാഴ്ചയെക്കുറിച്ച് എനിക്കൊരു സന്തോഷമുണ്ട്. കാഴ്ചയുള്ള നമുക്ക് അതൊരു അനുഗ്രഹമാണെന്ന് ഉള്ള സത്യമാണ്. കാരണം ഇരുട്ടിൻ്റെ ലോകത്താണ്. അവനെ നിറമെന്തെന്നറിയില്ല, ചുവപ്പും വെളുപ്പും കറുപ്പും അറിയില്ല, പച്ച അറിയില്ല, ആകാശത്തെക്കുറിച്ചറിയില്ല, കടലിനെക്കുറിച്ചറിയില്ല. ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഓർമ്മയിലെവിടെയോ ചില സങ്കല്പങ്ങളുണ്ട്. മനുഷ്യനാര് മൃഗമാര് ഇരുളന്ത് വെളിവന്ത് ഇതൊന്നും അറിയാത്തൊരുവൻ ഇതൊക്കെ അറിയാവുന്ന നമുക്ക് ഈ അറിവ് കൊണ്ട് എന്ത് ഗുണമുണ്ടായി? നിങ്ങൾ കണ്ടു ലോകത്തെ, ഞാൻ കണ്ടു ലോകത്തെ. ആ അറിവുകൾ നമ്മെ പാവിയാക്കി, ആ അറിവുകൾ നമ്മെ കുഴപ്പക്കാരാക്കി, ആ കാഴ്ച നമ്മെ അത്യാഗ്രഹികളാക്കി, ആ കാഴ്ച കൂടുതൽ വെട്ടിപ്പിടിക്കുന്ന മത്സരത്തിൻ്റെ കമ്പോളത്തിലൂടെ യാത്ര ചെയ്യാൻ എന്നെ പഠിപ്പിച്ചു. ആ അറിവുകൾ എൻ്റെ മകനും മകളുമൊക്കെ മത്സരിച്ച് നിങ്ങളുടെ മക്കളെക്കാൾ കരുത്തരായി മുന്നേറണമെന്ന അസൂയയുടെ ബോധം എന്നിലും നിങ്ങളിലും അങ്കുരിപ്പിച്ചു. നമ്മൾ കണ്ടതൊക്കെ മത്സരമല്ലേ? നമ്മൾ കേട്ടതൊക്കെ അത്തരത്തിലെ വാഗ്വാദമല്ലേ? ഞാനും നിങ്ങളും അറിഞ്ഞത് കേട്ടത് മനസ്സിലാക്കിയതൊക്കെ ഇത്തരം വാഗ്വാദങ്ങളുടെ മത്സര കമ്പോളങ്ങളുടെ ആഭിചാര ശബ്ദങ്ങളുടെ ഒക്കെ വഴിയായിരുന്നെങ്കിൽ ഇയാളെ കാഴ്ച കണ്ടിട്ടില്ല, കണ്ണു തുറന്നു. അവൻ ആദ്യം കണ്ടത് എന്തിനെയാ? സകലത്തിനും കാരണഭൂതൻ,
മനുഷ്യരൂപം പൂണ്ട് തൊട്ടുമുമ്പ് നിൽക്കുന്നു. അവിടുന്ന് അവൻ്റെ തുടക്കം. നമ്മുടെ തുടക്കം അങ്ങനല്ലേ? ഏതോ ആതുരാലയത്തിൽ ആ തുടക്കം, അല്ലെങ്കിൽ പണ്ടൊരു വീട്ടിൽ ആ തുടക്കം, അപ്രതീക്ഷിതമായ ഏതോ സ്ഥലത്ത് നിങ്ങൾ ആദ്യം കണ്ടുണർന്നത് എന്താ? ഓർമ്മയിൽ എനിക്കും നിങ്ങൾക്കും നിൽക്കുന്നില്ലെങ്കിലും കത്രി കരങ്ങളിൽ പിടിച്ച, കത്തി കയ്യിൽ പിടിച്ച, സ്റ്റെതസ്കോപ്പിട്ടൊരു വൈദ്യനെയല്ലേ, അതുമല്ലെങ്കിൽ ഒരു നഴ്സിനെയല്ലേ, അതുമല്ലെങ്കിൽ നമുക്കൊരു സൂതികർമ്മിണിയെയല്ലേ നമ്മൾ കണ്ടത്? ബോധരഹിതയായി കിടക്കുന്ന അമ്മയല്ലേ കണ്ടത്? അതൊന്നും കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ കണ്ണൊന്നും ആയിരുന്നില്ലെങ്കിലും കാഴ്ച അതായിരുന്നില്ലേ? ആ കാഴ്ചയുടെ മുമ്പോട്ട് വന്നു. നമ്മൾ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ അറിഞ്ഞു. പാപം നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ ലോകത്ത് നമ്മൾ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് കുറഞ്ഞുപോയി. അപ്പൻ വീതം വെച്ചത് കുറഞ്ഞുപോയി, അമ്മ തന്ന ആഹാരം കുറഞ്ഞുപോയി, അപ്പൻ പഠിപ്പിച്ചത് കുറഞ്ഞുപോയി, പാസ്റ്റർക്ക് കുറവുണ്ട്, പ്രസ്ഥാനത്തിന് കുറവുണ്ട്, റോഡിന് വീതി പോരാ, ഫ്ലൈറ്റ് കൊള്ളൂല, വണ്ടി കൊള്ളൂല, വീട് പോരാ, പൊളിച്ചു പണിയണം. 100 കുറവുകളുടെ വഴികൾ കണ്ടുപിടിക്കാൻ ഈ കണ്ണാണ് എനിക്ക് ദ്രോഹം ചെയ്തത്, നിങ്ങൾക്ക് ദ്രോഹം ചെയ്തത്. കാഴ്ച അനുഗ്രഹമാണോ? കാഴ്ച ഗുണപരമാണോ? കാഴ്ച നന്മയാണോ? ഈ കേൾവി നിങ്ങളെ എന്താ ചെയ്യിച്ചേ? കേട്ടതൊന്നും പോരെന്നേ. പരദൂഷണം കേൾക്കാം, അത് പറയാ, ആക്ഷേപിക്കാൻ, കൂടുതൽ അവസരങ്ങൾ തേടാൻ ഇത് അവസരമാക്കിയപ്പോൾ ഏദൻ പൂങ്കാവനത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ഇങ്ങനെ ആകരുത് എന്ന ചിന്തയിൽ ഹൗവയും ആദമും സവിശേഷ രൂപികളായിരുന്നു. അതാ പറഞ്ഞു വന്നേ. മനസ്സിലായി കാണും ദൈവമക്കൾക്ക്. മനുഷ്യൻ അന്വേഷിച്ച് പുറത്തു ചാടി, ഏദൻ വിട്ട് പുറത്തു ചാടി. കൃപ നഷ്ടപ്പെട്ടപ്പോൾ ആഗ്രഹിക്കാത്തതും ആവശ്യമില്ലാത്തതും കാണത്തക്ക വിധം നമ്മൾ കണ്ണുകൾ തുറന്നു പിടിച്ചു. ആ കാഴ്ചകളും പോരാ എന്ന് കണ്ടിട്ട് സാങ്കേതിക വിദ്യകളിലൂടെ വീണ്ടും മനുഷ്യൻ വളർന്നു. ഇപ്പോഴിതാ അത്യാധുനിക സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നോ, അതിനെയും കടത്തിവെട്ടുന്ന നൂതന കണ്ടെത്തലുകൾ. പോരാ, കണ്ടതൊന്നും പോരാ. 20,000 കിലോമീറ്റർ മുകളിൽ സാറ്റലൈറ്റുകൾ വിന്യസിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ ചിത്രം കൃത്യമെടുക്കുന്നു. 100 കാഴ്ചകൾ, പലയിടങ്ങൾ, പല മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ട് മനുഷ്യൻ പറയുന്നു, പോരാ, ഇതൊന്നും പോരാ. മക്കളെ, നിനക്കിതിനൊക്കെ അപ്പുറത്ത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ മറ്റൊരു നഗരമുണ്ട്. വാ എന്ന് വിളിച്ച് അബ്രഹാമിനെ വിളിച്ചിറക്കിയ ഒരു ദൈവത്തെ കാണാൻ മനുഷ്യൻ്റെ കണ്ണ് എന്നിട്ടും തുറന്നില്ല. അതിൻ്റെ കാരണം അപ്പോസ്തലൻ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. ഈ കുരുട്ട് കണ്ണുകൾ, ഈ കുരുട്ട് കണ്ണും കൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടേ. എന്നാൽ വ്യത്യസ്തമായ ഒരനുഭവം നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാം. സംഭവം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ പ്രായശ്ചിത്ത ബലിയായി. ആ ബലികർമ്മത്തിലൂടെ നേടിയെടുത്ത വീണ്ടെടുപ്പിൻ്റെ പരിണിതഫലമായി എന്നേക്കുമുള്ള പാപമോചനം സാധിച്ച ആ ദൈവപുത്രൻ ഇനി ഒരു സമാഗമന കൂടാരം കടക്കാനുണ്ട്. ആണ്ടിലൊരിക്കൽ അഹരോൻ അന്തർമന്ദിരത്തിലേക്ക് ആട്ടുകൊറ്റൻ്റെ രക്തവും ഈസോപ്പ് ചെടിയുമായിട്ടൊക്കെ കടന്നു പോകുന്ന യാത്രയെ അനുസ്മരിപ്പിക്കും വിധം നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അവിടുന്ന് ആകാശത്തെ കീറിമുറിച്ചുകൊണ്ട്, ആകാശമണ്ഡലങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഏറ്റവും അതിപരിശുദ്ധ സ്ഥലമായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ജയാളിയായി കടന്നു പോകേണ്ട ഒരു സന്ദർഭമുണ്ട്. അതിന് യാഗം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന പുരോഹിതനായ ക്രിസ്തു. ആ വരും വഴിയിൽ 2 പേരുടെ സംഭാഷണം കേൾക്കാം. ക്ലയപ്പാഫ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ, ശിഷ്യന്മാരാണ്. എനിക്കൊന്ന് 70 ശിഷ്യന്മാരിൽ പെടും. ചില പഠനങ്ങൾ പറയുന്നത് അതിലൊരാൾ ഒരു സ്ത്രീയാണെന്നാണ്, ക്ലയപ്പാവിൻ്റെ ഭാര്യ തന്നെയാണെന്നാണ്. ഇനി ആരായിരുന്നാലും എനിക്കതിൽ പരാതിയില്ല. കാരണം അത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. പിന്നെ ഒരു സഹോദരി ആകട്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, വേറൊന്നും കൊണ്ടുമല്ല. അവർ രണ്ടുകൂടെ പോട്ടെ, അതിനകത്തിപ്പോൾ എന്തോ കുഴപ്പം. അവർ ഈ വാർത്തയൊക്കെ കേട്ട് പോവാണ്. ഇവരുടെ സംഭാഷണത്തിൽ യേശു കൂടുമ്പോൾ അവരുടെ മുഖം വാടിയിരിക്കുന്നു. എന്താ വിഷയം? തിരിച്ചു പറയണേ, യെരുസലേമിൽ വന്ന് പാർക്കുന്ന പരദേശികളിൽ നീ ഒരുത്തൻ മാത്രം ഈ വാർത്ത അറിഞ്ഞില്ലേ? ഉറപ്പില്ലാത്ത വാർത്തയാണ് പറയാൻ പോകുന്നത്. വാർത്തയാണ്, വാർത്തയല്ല ആധികാരികം. അതുകൊണ്ടാണ് നമ്മൾ പത്രം വായിച്ചിട്ട് ചില കാര്യങ്ങൾ ഉറപ്പിച്ചാൽ കോടതി വിധി നമ്മൾ ഇഷ്ടപ്പെടുന്നല്ലോ വരത്തില്ല. എൻ്റെ കാരണം എന്താ? പത്രം തരുന്ന ഇൻഫർമേഷനാണ്, തെളിവല്ല. മനസ്സിലായി കാണും.
പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്താൽ പ്രതിയാവില്ല, കോടതി പറയണം. മനസ്സിലായോ? മനോരമ ഒരുത്തൻ പ്രതിയാന്ന് പറഞ്ഞാൽ പ്രതിയാവില്ല, കോർട്ടിൻ്റെ വിധി വരണം. അത് കഴിഞ്ഞ് ആഘോഷിക്കാം. അങ്ങനെയാണ്. ഇനി അയാൾക്ക് വീണ്ടും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒത്തിരി കടമ്പയുണ്ട് മുമ്പിലേക്ക്. നമുക്കിതറിയില്ല. ഞാനതിലേറെ വേദനിച്ചൊരു വാർത്ത വന്നു. പറയുന്നത് അത്ര ശരിയൊന്നറിയില്ല. ഒരു സ്ത്രീക്കെതിരെ അവരുടെ മകനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ആ സ്ത്രീക്കെതിരെ സ്വന്തം മകനെ കൊണ്ട് കൊടുപ്പിച്ച കേസ് 14 വയസ്സുള്ള ആ മകൻ ആ സ്ത്രീയോട്, ആ സ്ത്രീ സ്വന്തം മകനെ പ്രേരിപ്പിച്ച് അധാർമിക ജീവിതത്തിന് പ്രേരിപ്പിച്ചു. അവനെ ഒരു ട്രോമാ സ്റ്റേജിലേക്കാക്കി. ആ സ്ത്രീ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. മീഡിയ എല്ലാം ഇങ്ങനെയുണ്ട്, ഇതെല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട്. കണ്ടവർ നെറ്റി ചൊളിച്ചു. എന്തൊരു വൃത്തികെട്ട വാർത്ത. പക്ഷേ അട്ടക്കുളങ്ങര ജയിലിൽ 10-90 ദിവസം കഴിഞ്ഞവർ പുറത്തു വരുമ്പോഴേക്കും സ്ഥിതി മാറി. എന്താണ് സംഭവം എന്നറിയണ്ടേ? വേർപിരിയാൻ തുടങ്ങുന്ന ഭർത്താവ് മകനെ കയ്യിലെടുത്തുകൊണ്ട് ആസൂത്രിതമായി ഉണ്ടാക്കിയൊരു കെട്ടുകഥയാണ്. കേസൊക്കെ തള്ളിപ്പോയി. പക്ഷേ ആ സ്ത്രീയുടെ ജീവിതം, അവരനുഭവിച്ച പ്രതിസന്ധിയുടെ ആഴം എത്ര പേർക്ക് മനസ്സിലാവില്ലേ? അവിടെയാണ് കേൾവിയുടെ, കാഴ്ചയുടെ പരിമിതി. കേൾവി കേട്ടേ, കാഴ്ച കണ്ടേ ഒരു കാര്യം പറയാൻ വരട്ടെ. എന്നാൽ വചനം കൃത്യമായിട്ട് പറയുന്നത് കേൾപ്പാൻ വേഗത വേണം, പറയാൻ താമസം വേണം. വാർത്ത പരത്തുകയാണ്. ഇൻഫർമേഷൻസാണ്. നമ്മൾ കോടതിക്ക് ഇൻഫർമേഷൻ കൊടുക്കില്ലേ, പോലീസിന് കൊടുക്കുക ഇൻഫർമേഷൻ. സാർ എനിക്കൊരു അറിവുണ്ട് കേട്ടോ, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം. പക്ഷേ ഇൻഫർമേഷൻ കോടതി കൊണ്ടുവരാൻ പറ്റില്ല. വിത്ത് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ്, തെളിവുണ്ടോ കൊണ്ടുപോവാ, അത് വെച്ചേ വിധി വരൂ. അങ്ങനെയാ. പോലീസ് പറഞ്ഞ കേട്ട് നടപടി എടുക്കില്ല, പത്രം പറഞ്ഞ കേട്ട് നടപടി എടുക്കില്ല. വിധിക്ക് അടിസ്ഥാന നിയമമുണ്ട്. അങ്ങനെ വേണം. എന്താ നിങ്ങൾ രണ്ടാൾ പറയുന്നത്? യെരൂശലേമിൽ വന്ന് പാർക്കുന്ന പരദേശികളിൽ താങ്കൾ ഒരുവൻ മാത്രം അറിഞ്ഞില്ലേ? പറയൂ. ഞങ്ങൾ ഒരു ഗുരു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ അവനെക്കുറിച്ച് ധരിച്ചത് റോമൻ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കുമെന്നൊക്കെയാണ്. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ അവനാണെന്നാണ് ധരിച്ചേ. പക്ഷേ പൊന്തിയോസ് പിലാത്തോസിൻ്റെ പക്കലേക്ക് യഹൂദന്മാർ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അയാൾ അവനെ ക്രൂശിച്ചു. ക്രൂശിക്കപ്പെട്ടവൻ മരിച്ചടക്കപ്പെട്ടു. അരിമത്തയിലെ യോസേഫിൻ്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. ആ കല്ലറയുടെ കവാടത്തെ ഒരു മഹാശില കൊണ്ട് ബന്ധിച്ചു. ഇന്ന് 3 ദിനങ്ങൾ കഴിഞ്ഞു സാർ. ഞങ്ങളുടെ സ്ത്രീകളിൽ ചിലർ അവിടെ ചെല്ലുമ്പോൾ ആ കല്ലറ തുറന്നു കിടക്കുന്നതായി കണ്ടു. ഉയർത്തെഴുന്നേറ്റവനെ കണ്ടു എന്നും അവർ പറയുന്നു. എന്തു വിശ്വസിക്കണം എന്നറിയില്ല, നേരോ നുണയോ അറിയില്ല. ഈ ആശങ്കയിൽ നിൽക്കുമ്പോൾ മുഖം വാടി. അപ്പോൾ മനസ്സിലാക്കണേ, ഇവരെന്താ പ്രതീക്ഷിച്ചത്? കർത്താവിൻ്റെ തിരിച്ചുള്ള മറുപടി ഒരല്പം കട്ടിയാണ്. ആ മറുപടി കേട്ടാൽ പിന്നെ ആരും ഈ പുതുപ്പള്ളി സെൻറ്ററിൽ നിൽക്കില്ല. ഞങ്ങളൊക്കെ എൻ്റെ 4 അംശം പോലും പറയാതെ നിങ്ങൾ ഞങ്ങളെയൊക്കെ വിട്ട് പോടുക പലരും. എന്താ പറഞ്ഞത്? മന്ദബുദ്ധികളെ. ഇതിൽ എത്രയോ മാന്യമായിട്ടാ സാറ് വഴക്ക് പറയുന്നത് നിങ്ങളെ. മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാത്ത. അങ്ങോട്ട് വിമർശനം തുടങ്ങി. കണ്ടോ വചനത്തിൻ്റെ തീഷ്ണത കർത്താവിൽ വ്യാപരിക്കുന്നുണ്ടോ? പ്രവാചകൻ പറഞ്ഞത് വിശ്വാസമില്ലല്ലേ? അവിടെ പറഞ്ഞതാ, ദൈവത്തിൻ്റെ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആ അറിവ് നിങ്ങൾക്ക് കിട്ടും. ഈ സംഭവം കേട്ടിട്ടും വചനമുള്ളിൽ സംഗ്രഹിക്കാതെ നിങ്ങൾ എന്തുകൊണ്ട് പോയി? ഒരു പുരുഷനാ കേൾക്കുന്ന അപ്പുറത്തെ. പുള്ളി ചൂടാകേണ്ടതാ. ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും വിളിക്കരുത്. ഞങ്ങളൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ കർത്താവിൻ്റെ ശാസനയ്ക്കൊരു സുഖമുണ്ടെന്ന്. കർത്താവ് തല്ലിയപ്പോൾ സുഖമാണെന്ന്. അങ്ങനെയല്ലേ? ബാല്യത്തിൽ നമ്മളെ പപ്പ തല്ലിയാലേ, അപ്പച്ചൻ തല്ലിയാലേ ഒരു കാര്യം ഉറപ്പാണ്, സൂപ്പർ പലഹാരമൊക്കെ വൈകിട്ട് മേടിച്ചോണ്ടേ വരുള്ളൂ അല്ലേ? നമ്മുടെ ലോകത്തിലെ അപ്പൻ അത്രയും അറിയാമെങ്കിൽ ഒരു തല്ലി കർത്താവ് തന്നാൽ അതിലും വലിയൊരു തലോടലും കൊണ്ടേ വരൂ. ഒരു തല്ലെങ്കിലും അവൻ്റെ നിന്ന് കിട്ടിയാൽ ഓർക്കണം, അതൊരു ഭാഗ്യമാണ്. നീ എന്നെ തല്ലുന്നു, അതൊരു ഭാഗ്യമാണ്. തല്ലുന്നവൻ തന്നെ തടവും അതേ കരം വെച്ച്.
ഞാൻ തല്ലിയ മകനെ നിങ്ങൾ തടവിയിട്ട് ഒരു ഗുണവുമില്ലെന്ന്. ഞാൻ തല്ലിയ മകനെ ഞാനൊന്ന് തടവിക്കഴിയുമ്പോൾ ആ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീരുണ്ട്. ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളെ ഭക്ഷണം ബഹിഷ്കരിച്ചൊരു കിടപ്പാണ്. നമ്മൾ പറയും പച്ചവെള്ളം അവന് കൊടുക്കരുത്, കിടക്കണ്ട, അവിടെ വിളിക്കണ്ട. ആ ഭാര്യയും സമ്മതിക്കും, അവിടെ കിടക്കട്ടെ. നമ്മളിങ്ങോട്ട് വന്നേ ആ ചപ്പാത്തിയുടെ കഷ്ണം അല്പം ഒന്ന് കടിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ, മുറിക്കാൻ തുടങ്ങുമ്പോൾ അകത്തൊരു നീറ്റിൽ കുഞ്ഞിനെ വിളി. ആ പിണങ്ങി കിടക്കുന്ന അവൾ വരണമെങ്കിൽ, അവൻ വരണമെങ്കിൽ പപ്പ അവിടെ ചെല്ലണം. വേറെ ആര് പറഞ്ഞാലും അവിടെ പ്രായച്ചിത്തമില്ല. പപ്പ അങ്ങോട്ട് ചെന്നിട്ട് വിളിക്കും. ആ എണ്ണീറ്റ് അവനൊരു തട്ടുണ്ട് നമുക്കിട്ട്. അത് ലോകത്തൊരു മനുഷ്യൻ കണ്ടവർക്ക് അഹങ്കാരിയായി ചെറുക്കുന്നത് പപ്പായെ തട്ടുന്ന അല്ലെന്ന്. പപ്പായ ചിലപ്പോൾ അവനിങ്ങനെ തള്ളി മാറ്റും. എനിക്ക് വേണ്ട, ആ വന്നാട്ടെന്നേ കൊണ്ടവിടെ ഇരുത്തിയിട്ട് പപ്പ ഒരല്പം എടുത്ത് ആ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒരു തുള്ളി കണ്ണീര് കുട്ടി അവൻ കഴിക്കുന്ന കാണുമ്പോൾ അപ്പൻ്റെ ഉള്ളവും നീറും. അങ്ങനെ നമുക്കിട്ട് തല്ലിയാൽ തമ്പുരാൻ്റെ ഉള്ളത്തിലുണ്ടൊരു നീറ്റൽ. അതിൻ്റെ പേരാ സ്നേഹം. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് വിളിച്ചു മന്ദബുദ്ധികളെ. തമ്പുരാൻ എന്ത് പറഞ്ഞാലും സന്തോഷമാണെന്നുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ തല്ലുമ്പോഴുമുണ്ടൊരു സാന്ത്വനം. നിനക്ക് മാത്രമേ എന്നെ സാന്ത്വനപ്പെടുത്താൻ കഴിയൂ. എന്നിട്ട് പറഞ്ഞു, തിരുവെഴുത്ത് അങ്ങോട്ട് വിശദീകരിക്കുക. തിരുവെഴുത്ത് യേശു വിശദീകരിച്ചത് അങ്ങോട്ട് കേട്ടു. താൻ ആരാണെന്നറിയാതെ അവരുടെ മുഖം മറച്ചു. അങ്ങനെയാ ഏദനിലെ അവസ്ഥയിലേക്കാക്കിയെന്ന്. ചിലപ്പോൾ ഇതൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞേ. ഏദനിൽ ഹവ്വ പാപം ചെയ്യും മുമ്പ് എന്തായിരുന്നു ആ അവസ്ഥയിലേക്ക് ചില കാഴ്ചകൾ കാണാതെ അങ്ങ് മറച്ചു. വചനം കേട്ടാൽ മതിയെന്ന്. സന്തോഷമുണ്ടോ? നമ്മുടെ കാഴ്ച മങ്ങിയാലും ഈ വചനത്തിൻ്റെ കേൾവി മതി. ഏത് പ്രതിസന്ധിയിലും അത് നമ്മളെ മുമ്പോട്ട് നയിക്കും. ഹല്ലേലൂയ. ആരൊക്കെ എന്തൊക്കെ നിങ്ങൾക്കെതിരെ എനിക്കെതിരെ ആരോപണങ്ങളും ആലോചനകളും കൊണ്ടുവന്നാലും ഈ വചനത്തിൻ്റെ ശക്തി മതി. അത് കണ്ട് പോകാൻ അത് നമ്മുടെ മുമ്പിൽ കാവലായിരിപ്പുണ്ട്. വചനം നമുക്ക് വെളിച്ചമാണ്. ആ വെളിച്ചം കൊട്ടിയടക്കാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയില്ല. കുറേ അങ്ങോട്ട് എന്തൊരു ജംഗ്ഷനിൽ ചെന്നപ്പോൾ എന്നാൽ ഞാൻ പിരിയുകയാണ് എന്ന അർത്ഥത്തിൽ അങ്ങോട്ട് പിരിയാൻ തുടങ്ങുമ്പോൾ അവർ പറയാ, അയ്യോ നാഥ പോകല്ലേ. നേരം ഇരുട്ടി തുടങ്ങി, സൂര്യൻ അസ്തമിക്കാറായി, വീട്ടിലേക്ക് വാ. വലിയ സന്തോഷമായി. കർത്താവരെ കൂടെ ചെന്നു. ഒരു ഭക്ഷണത്തിന് വിളിച്ചു. അവരെയൊക്കെ നാട്ടിലൊരു ശീലമുണ്ട്. ഭക്ഷണം കഴിക്കാൻ നമ്മളിരുന്നാൽ ആദ്യം കഴിക്കുന്നത് അതിഥിയല്ല, വീട്ടുകാരാണ്. എന്തൊരു സംസ്കാരമായി യഹൂദൻ്റെ അല്ലേ. മനസ്സിലായോ? സ്കറിയാപ്പാസ വീട്ടിൽ ഞാൻ ചെന്നാൽ ആദ്യം അദ്ദേഹവും പിള്ളേരും ഭാര്യയെല്ലാം കഴിക്കുന്നു. ചിന്തിക്കാൻ പറ്റുമോ നമുക്കവിടെ? എന്നാൽ അതെങ്ങനെയാണെന്ന് പറയാം. അപകടമൊന്നുമില്ല. ആദ്യം ഈ ഭക്ഷണമെല്ലാം ഒരുക്കി വെച്ചിട്ട് അത് ഞാൻ വിളമ്പി കൊടുക്കണം. അതിഥി ആതിഥേയന് കൊടുക്കണം. ഒരപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ഇവർക്ക് കൊടുക്കും. ഇവർ കഴിച്ചു എന്നൊന്ന് വരുത്തി തീർക്കേ ഉള്ളൂ. എന്നിട്ട് കൈയൊക്കെ വെടിപ്പാക്കി വന്ന് എൻ്റെ കൈയൊക്കെ ഒന്ന് കഴുകിത്തരും. എന്നിട്ട് എനിക്ക് ഫുഡ് തരും. എന്തിനാണെന്നറിയേണ്ടത്? ഇവർ കഴിച്ചു എന്ന് വരുത്തി തീർക്കുന്നത് ആശങ്ക കൂടാതെ ഞങ്ങളുടെ അതിഥി കഴിക്കണം, ഞങ്ങൾ തൃപ്തരായി. സിംബോളിക്കലാണ്. എന്നിട്ട് എന്നെ തൃപ്തിപ്പെടുത്തിയ കോഴ്സാണ്. പലതരം ഭക്ഷണം ഇങ്ങ് തരികയാണ്. ജൂതൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണിക്കുന്നുള്ള പരിപാടിയൊന്നുമല്ല. ഇത് സാറിനോടൊക്കെ ചോദിക്കും, ഭക്ഷണം കഴിച്ച് നമ്മൾ മടുത്തു പോകും. പഴങ്ങളൊക്കെ എന്താണ് ഇത് കേട്ടാൽ ഇന്ന് രാത്രി അവിടെ പോകാൻ തോന്നും. അത്തരം ഫുഡാണ്. അവിടെ അരക്കത്തരമൊന്നുമില്ല, ഡീസൻറ്റ് ഫുഡ്. നമ്മളോർക്കും യോസേഫിന് ഇരട്ടി ഭക്ഷണം യോസേഫ് ബെന്യാമീന് കൊടുത്തു നോക്കുമ്പോൾ ഇത് മനുഷ്യനെങ്ങനെ കഴിക്കുന്നതെന്ന് ഓർത്തു പോകും. പക്ഷേ കഴിച്ചു തുടങ്ങിയാൽ നിർത്താൻ തോന്നാത്ത വീട്ടിലെ ഭക്ഷണമാണെന്ന്. പലതരം സാധനം അങ്ങ് വരികയാണ്. ആ ക്രമത്തിന് വരുന്നതുകൊണ്ട് വയറിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല സുഖമാണ്. പീറ്റർ ഫിഷ് എന്നൊരു സാധനം കിട്ടും. അത് കണ്ടാൽ നമ്മൾ കഴിക്കുകയില്ല. കാരണം അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ കണ്ടാൽ ഇത് തിരിച്ച് കടലിൽ പോയി ചാടുമെന്ന് തോന്നും. പ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഭാഗം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളും ചെതുമ്പലും പോലും കളയല്ല, മൊത്തം കഴിച്ചു കളയും. അത് ആ കർത്താവ് കൊടുത്ത അത്ര സാധനം കൊടുക്കുള്ളൂ. അതാണ്. പഴയതും ഡ്യൂപ്ലിക്കേറ്റും ഒന്നും യേശു തരികയില്ലെന്ന്. നല്ല വസ്തു.
ആ നാട്ടിലുമുണ്ട് അതിൻ്റെ ഒരു ഐശ്വര്യം. സ്തോത്രം. വേണ്ട ഒരുതപ്പെട്ട പണിയൊന്നും അവൻ്റെ അടുത്ത് കേൾക്കുകയില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അടുത്ത ദിവസം വരുന്ന കർത്താവിൻ്റെ ദാസന്മാരൊക്കെ അത് പ്രസംഗിച്ചോളും. അത്തരം കാര്യങ്ങളാണ് നമ്മുടെ ദൈവദാസന്മാരൊക്കെ സംസാരിക്കുന്നത്. അത് കുറ്റമൊന്നുമല്ല, ഓരോ കാലത്തുണ്ടാകുന്ന കാര്യം പറയേണ്ടത്, അതല്ലേ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പൊക്കെ. അത് കുറ്റമൊന്നുമല്ല. അതിൽ ചെറിയ തിരുത്തലൊക്കെ പിൽക്കാലത്ത് വന്നെന്ന് വരും. പക്ഷേ ആ ത്രെഡൊക്കെ കറക്റ്റാണ്. കേബ്രാസർ പ്രസംഗിച്ചൊക്കെ ഞങ്ങളും പറയുന്നു, ത്രെഡ് കറക്റ്റാണ്, വിശദീകരണത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും, അത്രേ ഉള്ളൂ. അല്ലാതെ കുഴപ്പമൊന്നും അതിനകത്തില്ല. ആത്യന്തികമായിട്ടിനകത്ത് കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ചെറുതായി കാണുമ്പോണ്ട. അപ്പോഴേ എന്തേ പറഞ്ഞേ? ഇത് കർത്താവ് ഇവർക്ക് ഇതുപോലെ ഫുഡ് എടുത്ത് കൊടുത്തു. വാഴ്ത്തി നുറുക്കി കഴിഞ്ഞു. അവർ ഭക്ഷണത്തിന് വേണ്ടി കണ്ണു തുറന്നപ്പോൾ യേശുവിനെ കാണാനില്ല. അപ്പോൾ ചിലതരം കാഴ്ചകൾ നമുക്ക് നിരാശ തരും. കാണേണ്ടവൻ നമ്മളെ വിട്ടു പോകും. നോക്കണേ, അകക്കണ്ണുകളുടെ ജ്വലനം കൊണ്ട് യേശുവിനെ കണ്ടവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പടത്തിൽ യേശുവിനെ കണ്ടവനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. പുൽക്കൂട്ടിൽ ഉണ്ണീശോനെ കണ്ടവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന്, ആർക്കും സാധിക്കില്ലെന്ന്. അതിന് ഒരു കാരണം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ ക്രിസ്മസ് കാലമല്ലേ? ക്രിസ്മസിൻ്റെ ചരിത്രവും മറ്റു കാര്യമൊക്കെ പോക്കട്ടെ, സാറും അതൊക്കെ പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, ഈ പിറവി കൊണ്ട യേശുവിനെ കാണാൻ ആട്ടിടകന്മാരുടെ വലിയൊരു സേന ഉണ്ട്. ദൂരങ്ങളിൽ ഇറാൻ എന്നറിയുന്ന വിളിക്കുന്ന പേർഷ്യയിൽ നിന്ന് നിരവധി വിദ്വാൻമാർ കാണാനെത്തി. 3 പേരെന്നൊന്നും കണക്കൊന്നുമില്ല, നിരവധി പേര്. ബൈബിളിൽ അങ്ങനൊന്നുമില്ല, ചരിത്രത്തിൽ അങ്ങനൊന്നുമില്ല. മാഗികൾ എന്ന് ഗ്രീക്കിൽ ഇവർ കാണാൻ പോയി. അപ്പോൾ അത് അന്ന് രാത്രി പോയി കണ്ടെന്നൊന്നും അല്ലെന്ന്, തെറ്റായ കാര്യങ്ങളാണ്. ശരിക്കും പഠിക്കണം. ശിശു ഇരിക്കുന്ന ഇടത്ത് ചെന്ന് അവനെ കണ്ടു. കുഞ്ഞ് ഇരിക്കാൻ പ്രായമായെന്ന് മനസ്സിലായില്ലേ? അല്ല, അന്ന് രാത്രി തന്നെ ഇതും കൊണ്ട് ഇറാനിൽ നിന്ന് ഓടി പോവല്ല. അല്ല, പിറവത്തുനിന്ന് പോയി എന്നൊക്കെ ഇവിടെ കുറേ പേര് പറയുന്നത്. അവിടെ പള്ളിയൊക്കെ ഉണ്ട് പിറവത്ത്. ഈ പല പള്ളികളുണ്ട് പലയിടത്തുനിന്ന് പോയി എന്നും പറഞ്ഞു. അതിനകത്തെല്ലാം പ്രാർത്ഥനയുണ്ട്. അത് രസം. ഈ കൺഫ്യൂഷനിലൊന്നും മാറ്റിയാൽ കൊള്ളായിരുന്നല്ലേ? ഇവിടെ ഒരിടത്താണെങ്കിൽ നമുക്കെല്ലാം കൂടായിരുന്നു, കുഴപ്പമില്ല. എന്താ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം? ഇതുപോലെ മാഗികൾ എന്നറിയപ്പെടുന്ന വിദ്വാൻമാർ ചെന്ന് യേശുവിനെ കണ്ടു. പൊന്നും മോരും കുന്തിരിക്കൊക്കെ വച്ചു. നമ്മൾ ഈ പെർഫ്യൂമും പൗഡറിനും ഒക്കെ കൊണ്ടുവന്ന പോലെയാണ്. അപ്പം ഞാൻ വ്യാഖ്യാനമൊക്കെ കാണും. വ്യാഖ്യാനം വരുന്ന വഴിക്ക് അടിച്ചു വിടുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ. പൊന്നു രാജ്യത്തോ മൂര് പൗരോഹിത്യോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, സാരമില്ല. അത് പറഞ്ഞ് നമ്മൾ അടിവെക്കണ്ട. ഏതായാലും ഇതൊക്കെ കൊണ്ടുവച്ചു. പെർഫ്യൂമും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുവച്ചു. ആട്ടിടന്മാർ കൊട്ടിപ്പാടി ബഹളം വെച്ചു. പിന്നെ ഇത് തുടർന്നെന്ന് പലതരത്തിലെ ആഘോഷങ്ങൾ തുടർന്നു. യേശു കടലിൽ മീതെ കാണുന്ന ഒരാഘോഷമല്ലേ? നമ്മളാണെങ്കിലും ചാടും, ഭയങ്കരമായിട്ട് ചാടിപ്പോവും. 5 അപ്പം നുറുക്കി 5000 പേർക്ക് കൊടുത്തു. കഴിച്ചവൻ എന്തൊരു തൃപ്തി. ഇത് കുറേ ദിവസം കഴിഞ്ഞ് യേശു പറഞ്ഞത്, നിങ്ങളേ വചനം കേട്ടൊന്നും കൊണ്ട് വന്നല്ല, കാര്യം എനിക്ക് പിടികിട്ടി, അപ്പം തിന്നാൻ വന്ന. ഇത് കേട്ട ഒരൊറ്റ മലയാളി പിറ്റേത്തെ യുവത്തിന് പോകലെന്ന് എനിക്കറിയാം. അങ്ങനെയാ. ഇത് കള്ളമാണ്. കള്ളമല്ല, യേശു കള്ളം പറയില്ല. പിന്നെന്താ സംഭവിച്ചേ? പറയാം. ഈ അപ്പം തിന്നാൻ പോയി എന്നുള്ള ശരി, നമ്മളാണെങ്കിലും പോയേനെ. ഈ യവത്തപ്പത്തിന് ടേസ്റ്റ് ഒന്നുള്ള സാധനമല്ല. പക്ഷേ ഈ അപ്പം കഴിച്ചപ്പോഴേ വിവരിക്കാനാവാത്തൊരു ടേസ്റ്റ്. ഈ അപ്പം കഴിച്ചപ്പോഴേ വയറിലെ അസുഖങ്ങളൊക്കെ മാറി ആളങ്ങ് ശുദ്ധനായി. ഈ അപ്പം അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്തു. ഒരു പ്രസരിപ്പ് ഉന്മേഷവും കൊടുത്തപ്പോൾ ഇപ്പം കണ്ടവരോടൊക്കെ പറയാൻ തുടങ്ങി, എന്താണെന്നറിയില്ല, അപ്പം കഴിച്ചപ്പോൾ തൃപ്തി മാത്രമല്ല, ശരീരത്തിന് മുഴുവനൊരു ബലവും. പിറ്റേന്ന് ആളുകൾ ഇഷ്ടം പോലെ കൂടിയപ്പോൾ കർത്താവ് ഈ പ്രോഗ്രാം അങ്ങ് നിർത്തിക്കളഞ്ഞു. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമ്മൾ പറയാറില്ല നമ്മുടെ യോഗത്തിൽ വിടുതലില്ല, വേറെ കണ്ടുപോയ വിടുതലുണ്ടെന്ന്. മനസ്സിലായ കാരണം എന്താണെന്നറിയണ്ടേ? ആ ജീവൻ്റെ അപ്പത്തെ ഭക്ഷിക്കാൻ ചെല്ലേണ്ടവൻ ഭൗതിക അപ്പത്തിന് വന്നാൽ ചില പ്രോഗ്രാമേ കർത്താവ് അങ്ങ് നിർത്തുന്നു. കർത്താവ് നിർത്തിക്കളഞ്ഞ പരിപാടി പിന്നെ നടന്നിട്ടില്ല. 5 അപ്പവും 7 മീൻ 7 അപ്പവും 2 പ്രോഗ്രാമല്ലാതെ പിന്നെ നടത്താൻ എന്താ? നീയൊക്കെ ഇനാവുകയെ വന്നതെന്ന് കൃത്യം പറഞ്ഞിട്ട് ആ പ്രോഗ്രാം വിട്ടു. അപ്പോൾ അപ്പം ഭക്ഷിക്കാൻ 10,000 മനുഷ്യർ, 5,000 പുരുഷന്മാർ. സ്ത്രീകളുടെ കണക്കുണ്ടോ? ഇല്ല. ആ കാരണം അറിയോ? വല്ല കണക്കുണ്ടോ കഴിക്കുന്നതിന്? ആലോചിച്ച് നോക്ക്. ഇന്നും തിരുത്താൻ അവസരമുണ്ട്. വലിയ വിടുതലൊന്നും നടന്നില്ലേലും, വലിയ തീരുമാനമൊന്നും എടുത്തില്ല. 2024 ചില പുതിയ തീരുമാനം എടുത്തു പോകും. ഈ പുസ്തകത്തിൽ പോലും കണക്കെഴുതാൻ പറ്റിയില്ലെന്ന് ദൈവാസന്മാർ എത്ര പഠിച്ചിട്ടും സ്ത്രീകൾ കഴിച്ച കണക്കിനകത്ത് എഴുതാൻ പറ്റിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി.
ചുരുക്കി പറഞ്ഞാൽ സംഭവിച്ചെന്താ? 10,000-കണക്കിന് മനുഷ്യർ യേശു ഭക്ഷണം കൊടുത്തു, 1000-കണക്കിന് മനുഷ്യർക്ക് രോഗസൗഖ്യം കൊടുത്തു, ഏതാനും ചിലർക്ക് മരണത്തിൽ നിന്നുള്ള ഉദ്ധാരണം കൊടുത്തു. ഭയങ്കര ആഘോഷം. ഇതൊക്കെ കണ്ടാലേ ആഘോഷമാണ്. പക്ഷെ ക്രൂശിക്കപ്പെടുമ്പോൾ എത്ര പേരുണ്ട് അവിടെ, എത്ര ആളുകൾ വന്നവിടെ. വല്ല ആഘോഷം അവിടെ കണ്ടോ? ഇന്നും ഇങ്ങനെ നീ ക്രിസ്മസ് ആഘോഷിക്കുന്ന ആവേശം ക്രൂശിക്കപ്പെട്ടവനെ കാണാനില്ലെന്ന്. കടലിൻ മീതെ നടക്കുന്നവനെ കണ്ടപ്പോഴുള്ള ആരവാരം, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ കാണാനില്ല. പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നവനെ കാണാൻ ആളുകളില്ലാതിരിക്കെ ഒരു വട്ടം സാധു സ്ത്രീകൾ അന്ന് അവിടെ നിൽപ്പുണ്ട്. ഇതിൽ നിന്ന് ആവേശം കൊണ്ട് വേണം ഈ സ്ത്രീ സമാജമൊക്കെ കരുത്താകാൻ. ഉമ്മ രൂത്തിൻ്റെ കഥയും എസ്തേറിൻ്റെ കഥയും ഓർപ്പാവ് കെട്ടിപ്പിടിച്ചു എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു എന്നും പറഞ്ഞ് പോകാതെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വാ. നിങ്ങളും വസ്തിരാജ്ഞിയുടെ കാര്യമൊക്കെ വിടന്ന് കേട്ട് കേട്ട് മടുത്തുന്നു. അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങളറിഞ്ഞുണ്ടോ, സഹോദരിമാർക്കൊരു 10 മിനിറ്റ് കൊടുത്താൽ അത് ഏറ്റവും രസകരമായ കാര്യം. ഈ ശവസംസ്കാരത്തിന് ലേഡീസിൻ്റെ ആളിന് സമയം കൊടുക്കും അനുശോചനം പറയാൻ. ഈ പ്രിയപ്പെട്ട അപ്പച്ചൻ ഒരു കരച്ചില്ല, പിന്നൊന്നുമില്ല. എൻ്റെ മോനെ പ്രിപ്പയർ ചെയ്തൊരു മെസ്സേജ് പറ, പവർഫുള്ളായൊരു മെസ്സേജ്, നല്ലൊരു അനുസ്മരണം അല്ലേ, പ്രത്യാശ വേണമെന്നോ അല്ലേ. എനിക്കും ഈ ശവസംസ്കാരത്തിലൊക്കെ പ്രസംഗിക്കാൻ ഇന്നും ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഞാൻ പിന്നെ അങ്ങ് മാറുകൊടുന്നു. ആരുടെ മരണമാണെങ്കിലും പെട്ടെന്ന് ചില ഓർമ്മകൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് വരും. ഈ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവും. പിന്നെ ശവം നമ്മൾ സംസ്കരിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടെങ്കിൽ ഒരു ധൈര്യമൊക്കെ സംഭരിക്കും. പേടിയൊന്നുമല്ല, മറിച്ച് ചിലതരം ദുഃഖങ്ങൾ മനസ്സിലേക്ക് വരും. പറഞ്ഞെന്തിനാണെന്നറിയണ്ടേ, ഈ ക്രൂശിക്കപ്പെട്ടവനെ കാണാൻ സ്ത്രീകൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിലൊരു അപകടം നടന്നെങ്കിൽ അവിടെ പൊടിയുന്ന ചോര കാണാൻ കെൽപ്പില്ലാതെ മാറുന്ന ദൗർബല്യമുള്ള സ്ത്രീകളല്ലേ അത് സത്യത്തിൽ. നിങ്ങളങ്ങനെയാണ്. കാരണം നിങ്ങൾക്ക് മാതൃഹൃദയം ഉണ്ടെന്ന്. ഞാൻ എൻ്റെ മോനെ അടിക്കാൻ പിടിച്ച് 2 അടി കഴിയുമ്പോൾ അവനേക്കാൾ മുമ്പ് എൻ്റെ ഭാര്യ കരയില്ലേ? എന്താ കാര്യം? മാതൃഹൃദയമാണെന്നത്. സഹോദരന്മാർക്കത് മനസ്സിലാകണേ. അംഗൻവാടി പഠിപ്പിക്കാമെന്ന് പോയി നോക്കി, മനസ്സിലായോ? കേസ് വരും പറ്റിയെന്ന്. ചെറുക്കനെ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. സത്യത്തിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കേണ്ടത് അംഗൻവാടി ടീച്ചർക്കാണ്, അല്ല കോളേജ് പ്രൊഫസർക്കല്ല. 2-3 കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ വിടുന്ന പാടൊന്ന് ആലോചിച്ച്. അങ്ങനെ ആകുമ്പോൾ ഈ 40 കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറുടെ കാര്യം ഒന്ന് ആലോചിച്ച്. അവർക്കാ പൈസ കൊടുക്കണ്ടേ? സ്തോത്രം. അമ്മയുടെ ഹൃദയം അതാണ്, മാതൃഹൃദയം അതാണ്. ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, മക്കളെ ഈ അപ്പനും അമ്മയൊന്നും ശപിച്ചാൽ ഏൽക്കുകയില്ല. കുഞ്ഞ് നടുങ്ങിപ്പോയി. ഇതെന്താ അപ്പ പറയുന്നത്? എൻ്റെ കാരണം അമ്മയ്ക്ക് ശപിക്കാനാവില്ലടാ, അപ്പന് ശപിക്കാനാവില്ല. ഉള്ളം നൊന്നല്ല പറയുന്നത്. നൊന്ന് പറഞ്ഞാൽ പോലും നീ യാത്ര തിരിക്കും മുമ്പ്, ബൈക്ക് എടുക്കും മുമ്പ് അപ്പൻ അത് തിരിച്ച് കൺവസ് ചെയ്യും. അമ്മ ശാപം പിൻവലിക്കും. അതാണ് അമ്മ. നിങ്ങൾക്ക് ഒരപകടം താങ്ങാനുള്ള ത്രാണി പോരെന്ന് മനസ്സിലായില്ലേ? എന്തിന്? ഒരു കൊടും കുറ്റവാളിയെ നിങ്ങളുടെ മുമ്പിലിട്ട് പോലീസ് തല്ലിയാൽ നിങ്ങൾക്ക് വിഷമം വരും. നിങ്ങളെന്നെ പറയും, സാർ മതി സാർ, അവൻ ചീത്ത പറഞ്ഞു, മദ്യപിച്ചു, മതി സാർ, ചെയ്യല്ലേ സാർ, ചെയ്യല്ലേ സാർ. ആ പോലീസ് ഉദ്യോഗസ്ഥർ പറയും, നിങ്ങളെപ്പോലൊരാ ഇവനെ വഷളാക്കുന്ന മാറ്. അതാ നിങ്ങളെങ്കിൽ ക്രൂശിൻ്റെ ചുവട്ടിൽ ഒരു കുറ്റവും ചെയ്യാത്ത, പാപമറിയാത്തവൻ, നിർമ്മലൻ, നിർദോഷൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ, മനുഷ്യ ശരീരം പൂണ്ട് തൻ്റെ പ്രാണനെ പ്രായച്ചിത്തമായി വെച്ചു കൊടുക്കുമ്പോൾ ഒരു വട്ടം സാധു സ്ത്രീകൾ അവിടെ. ആ കൂടെ പാവം യോഹന്നാൻ, അയാളൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം എന്തിനാ നിന്നേന്നറിയണ്ടേ? വിലാപ്പുറം കുത്തിത്തുളയ്ക്കുമ്പോൾ, കയ്യിലും കാലിലും അണിയിറയ്ക്കുമ്പോൾ യോഹന്നാൻ്റെ അന്തരംഗത്തിലൂടെ കടന്നു പോകുന്ന ചിന്ത, ആ കരം നീട്ടി എത്ര തവണ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ആ കരം എത്ര തവണ എന്നെ തഴുകിയിട്ടുണ്ട്, ആ കരം എന്നെ തൊട്ടിട്ടുണ്ട്. ഞാൻ ചാരിക്കിടന്ന നെഞ്ചകം വിണ്ടുകീറുന്ന ആ രംഗം കാണാൻ എനിക്ക് ഗതി വന്നല്ലോ. വേദനയുടെ തീഷ്ണതയിൽ അവിടെ നിൽക്കുന്നവരെ നോക്കി നിശബ്ദമായ ഒരനുഗ്രഹത്തിൻ്റെ സാന്നിധ്യം അവിടെ വ്യാപരിച്ചിട്ടുണ്ട്.
അനുഗ്രഹം എപ്പോഴും ആരവാരങ്ങൾക്കിടയിലല്ല, നിശബ്ദമായൊരു അന്തരീക്ഷത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം വ്യാപരിക്കുമെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കി പോകണം: ക്രൂശിൻ്റെ ചുവട്ടിൽ മറ്റാരും കാണുന്ന ആകർഷണീയ ഘടകങ്ങളില്ല, പക്ഷെ അകക്കണ്ണുകൊണ്ട് ഒരു കാഴ്ച കാണാ. ക്രൂശിൻ്റെ ചുവട്ടിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, ചില വലിയ പ്രവൃത്തികൾ സംഭവിക്കുന്നു. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. സഹോദരേ, അവിടെ ഒരു കള്ളൻ കിടപ്പുണ്ട് ക്രൂശിൽ. ആ കള്ളൻ അവിടെ കിടന്നുകൊണ്ട് പറയാ, നിന്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണം. കള്ളൻ എങ്ങനെയാണ് യേശുവിനൊരു രാജ്യമുണ്ടെന്നൊക്കെ മനസ്സിലായത്? അവരെ പിടികിട്ടി. ഞങ്ങൾ ചെയ്തു പോയ കുറ്റകൃത്യങ്ങൾക്ക് ആനുപാതികമായി ശിക്ഷിക്കപ്പെട്ടെങ്കിൽ ഒരു കുറ്റവും ചെയ്യാത്തവൻ നിശ്ചയദാർഢ്യത്തോടെ ക്രൂശിൽ മരിക്കുന്നു. ഇവിടെ ഒരു കുഴപ്പമുണ്ടേ. ഈ വരച്ചു വെച്ച പടത്തിലെ ക്രൂശീകരണം മഹാബോറൻ പണിയാണ്. ടെൻഷൻ അടിച്ച് ക്രൂശിൽ കിടക്കുന്ന ആളൊന്നും അല്ലെന്ന് തിരുവെഴുത്തിലെ ക്രിസ്തു. പിന്നെ എങ്ങനെ എബ്രായക്കാരൻ പറയുക, മരണം ആസ്വദിച്ചെന്ന്. അന്തസ്സോടെ അഭിമാനത്തോടെ ക്രൂശിൽ കിടന്നുകൊണ്ട് മരണം ഇങ്ങനെ ആസ്വദിച്ചവനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമുക്ക് ചില പൗരാണികമായ ചിന്തകളെ തിരുത്തണം. അഭിമാനത്തോടെ മരണം ഏറ്റെടുത്തു. എന്നിട്ടേ ഇത് നമുക്കൊരാൾ പൂരിപ്പിച്ചു തരുന്നുണ്ട്. അന്നേരം അവിടെ ഇല്ലാത്ത ആത്മാവിൽ പിൽക്കാലത്ത് അവിടെ ചെന്ന ഒരുവൻ. അങ്ങനെയൊക്കെ പറ്റുമെന്ന് നമുക്ക് ഇപ്പോൾ ക്രൂശിൻ്റെ ചുവട്ടിൽ ചെല്ലാന്നേ വിശ്വസിക്കുന്നുണ്ടോ? നമുക്കേ സ്ഥലകാല നിബദ്ധനല്ലാത്ത ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമുക്കും കാൽവറിയുടെ അരികിൽ ഇപ്പം ചെല്ലാമെന്ന് വിശ്വാസത്താൽ. അവിടെ ഒരുവൻ ചെന്നു, കാലം ഒത്തിരി കഴിഞ്ഞ് കൃത്യം റിപ്പോർട്ട് തരാൻ, കൃത്യമുള്ളടക്കം തരാൻ. സ്തോത്രം. നേരിട്ടത് കണ്ടിട്ടില്ലാത്ത, ആ രംഗത്തിന് സാക്ഷ്യം വഹിക്കാത്ത ഒരുവൻ അവിടെ ചെന്നു. അത് നമ്മുടെ പൗലോസാണ്. പൗലോസ് എന്നിട്ട് കരയുന്ന മറിയമാരെ കണ്ടു, ദുഃഖിക്കുന്ന യോഹന്നാനെ ഒക്കെ ആത്മാവിൽ കണ്ടിട്ട് പറയുക, കരയാതെ നിങ്ങൾ കരയാതെ. നമ്മളും മരണം വീട്ടിൽ ചെന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും അതല്ലാതെ വേറെന്തോ പറയാനിരിക്കുന്നത്. അതുകൊണ്ടാണ് അതേ പറയാൻ പറ്റൂ. സ്വന്തം കാര്യം വരുമ്പോഴാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നില്ലേ? അപ്പോൾ എന്താ പറ്റിയേ? അവിടെ നിന്നുകൊണ്ട് പൗലോസ്ലീഹ സകലരോടും പറയാ, കരയരുത്, മറിച്ച് ആഹ്ലാദിക്കണം. ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് ആഹ്ലാദിക്കണമോ? ആഹ്ലാദിക്കണം. എന്താ കാര്യം? ഒരു സൈനികൻ എപ്പോഴും ആഹ്ലാദിക്കുന്നറിയണ്ടേ? നമ്മൾ കാർഗിൽ മേഖല യുദ്ധം നടക്കുകയാണ്. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കവേ നിങ്ങൾക്കൊരു കാര്യം അറിയണ്ടേ? നമ്മുടെ ഉച്ചിയിൽ കയറി നിന്നുകൊണ്ടാ അവരിങ്ങോട്ട് ആക്രമിച്ച് നമ്മുടെ സ്ഥലമെല്ലാം പിടിച്ചെടുത്തിട്ട്. അവരത് വഴി ആട് തെറ്റി നടന്ന നാട്ടുകാർ ചിലർ കണ്ടു മരി കയറിയത്. ഇത് കണ്ടിട്ട് ഇവൻ വിവരം കൊടുത്തു. പെട്ടെന്ന് നമുക്ക് താഴെ നിന്ന് ആക്രമിച്ച് കിടക്കണം മുകളിലേക്ക്. ഒടുക്കം ഒരു വിധത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇന്ത്യൻ സൈന്യം നാളുകൾ കൊണ്ട് ചെന്നു. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിനും അറിയില്ല ഇവരുടെ പാത്തിരിപ്പുണ്ടെന്ന് ഓർത്തിരിക്കുകയാണ്. യുദ്ധമല്ലേ, അവർ പോയി എന്നൊന്നും അറിയില്ല. പക്ഷെ പെട്ടെന്ന് കൺട്രോൾ റൂമിൽ നമ്മൾ പിടിച്ചെടുത്തൊരു വയർലെസ് മെസ്സേജ് പിടിച്ചെടുത്തു അവരുടെ. അതിൽ അവർ ഉറുദു ഭാഷയിൽ പറയുക, ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ വയ്യ, ഞങ്ങൾ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യ ഞങ്ങളുടെ തലയ്ക്കും ഇതേ തീമഴ പെയ്യിക്കുകയാണ്. ഈ ഒറ്റ വാക്ക് കേട്ടപ്പോൾ ഈ സൈനിക മേധാവി ചാടിത്തുള്ളാൻ തുടങ്ങി. സൈനിക മേധാവി ആഹ്ലാദം കൊണ്ടു കഴിഞ്ഞാൽ മറ്റു പടയാളികൾക്കൊന്നും അറിയണ്ട, പിന്നെ അവർക്കറിയാൻ കാര്യം എന്തിനാ തുള്ളുന്നതെന്നല്ലേ. അവരും ആഹ്ലാദിക്കാൻ തുടങ്ങി. ഇന്ത്യൻ ദേശീയ പതാക കാർഗിലിൻ്റെ മുകളിൽ അവർ നാട്ടിവെച്ചിട്ട് ജയം പ്രഖ്യാപിച്ചു പോന്നു. പൗലോസ് പറഞ്ഞു, വാ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വാ, കരയാതെ വിഷമിക്കാതെ. ക്രൂശിനൊരു പൊരുളുണ്ടെന്നേ, അത് കാണാൻ ഹൃദയക്കണ്ണുകൊണ്ട് കാണണം. ഭൗതികക്കണ്ണുകൊണ്ട് കണ്ടാൽ ടെൻഷൻ അടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാമെന്ന്, വേദനിച്ച് ടെൻഷൻ അടിച്ച് കിടക്കുന്ന ഒരു രൂപത്തെ കാണാം. അത് ഉണ്ടാക്കി വെച്ചിട്ടാ ഈ പിരിവെല്ലാം കൂടെ നാട്ടിൽ നടത്തുന്നത്. മനസ്സിലായോ? അതുണ്ടാക്കി ആരും കൊടുത്തു പോകുന്നു. നമുക്കും തോന്നുന്നില്ലേ 10 പൈസ കൊടുക്കാൻ തോന്നുന്നതിൻ്റെ കാരണം എന്താ? ഇന്ന് നമ്മളെ ഈ 10 കാശ് കൊടുക്കുകയല്ല ചെയ്യുന്ന, മനസ്സും ജീവിതവും മുഴുവൻ അവിടുത്തെ പാദത്തിൽ അർപ്പിച്ചിട്ട് വിളിച്ചു പറയുക, അങ്ങാണ് ഞങ്ങളുടെ രാജാവ്. കള്ളൻ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കെ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നീ ആ രാജാവ്, നീ രാജ്യത്വം പ്രാപിച്ച് ഒരു ദിവസം വരുമ്പോൾ എന്നെയും ഓർക്കണം. ഇതെല്ലാം ഇങ്ങോട്ട് ഒപ്പിയെടുത്തിട്ട് പൗലോസ്ലീഹ വിളിച്ചു പറയാണ്, കരയരുത്, വിഷമിക്കരുത്,
ക്രൂശിൻ്റെ ചുവട്ടിൽ ആഹ്ലാദ നൃത്തത്തിൻ്റെ കാലം. എന്താ കാര്യം? ചട്ടങ്ങളാൽ നമുക്ക് വിപരീതമായിരുന്ന കൈയെഴുത്തു മായ്ച്ച് ശത്രു സൈന്യത്തെ മുഴുവൻ തോൽപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അവൻ ക്രൂശിൽ സാധിച്ചു. അതുകൊണ്ട് മാനവരാശി ആഹ്ലാദിക്കണം. ക്രൂശ് നമ്മുടെ ജയത്തിൻ്റെ ചിഹ്നം. ആ ക്രൂശാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ നമുക്ക് പൗലോസോട് ഇത് പറയാം, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ സംഗതി വരരുത്. ആ ക്രൂശ് കാണണോ? അകക്കണ്ണ് തുറന്ന് നോക്കണം. ഭൗതിക കണ്ണുകൊണ്ട് നോക്കിയാൽ മറ്റേ കാഴ്ചയെ കാണുമോ? നമുക്കും അതാ പണ്ട് പറ്റിയത്. ഇന്നത് കണ്ടിട്ട് ഒരാകർഷണം തോന്നാത്ത എന്താ? ഇന്ന് ചെണ്ടയടിക്കുമ്പോൾ ക്രിസ്മസ് ത്രസിപ്പിക്കാത്ത എന്താ? ഇന്നേ ദുഃഖവള്ളി കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നാത്തതെന്താ? അതിനപ്പുറത്ത് ക്രൂശ് എന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ അന്തരാത്മാവിലൊരു ചലനം വരാൻ കാരണം എന്താ? ചട്ടങ്ങളാൽ വിപരീതമായ കൈയെഴുത്ത് മായ്ച്ച് എന്നെ സ്വതന്ത്രനാക്കിയ, എൻ്റെ ബോണ്ടേജ് മുഴുവൻ അടിച്ചു മാറ്റിയ, എൻ്റെ അടിമത്തം മുഴുവൻ തീർത്ത, എന്നെ സ്വതന്ത്രനാക്കിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇതിനെ വിരോധിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു, നമ്മുടെ പൗലോസ്. അയാൾക്കൊരു നാണക്കേടായിരുന്നു. ക്രൂശിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആകെ ക്രൂശെന്ന് കേൾക്കുമ്പോഴേ അറപ്പ്. അതുകൊണ്ട് തീർന്നില്ല. മഹാപുരോഹിതൻ്റെ അധികാരപത്രം വാങ്ങി ക്രൈസ്തവ സഭയെ കൊന്നുമുടിക്കാൻ ഒരുമ്പെട്ടു. ആ വലിയ ക്രൂരൻ മാറിയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഒറ്റ പ്രാർത്ഥനയാണ്. അത് ആരാ പ്രാർത്ഥിച്ചേ? നമ്മുടെ സെബാനോസ്. അതുവരെ കിച്ചണി പണിയുന്ന ആളാണെന്ന് സെബാനോസ്. അതൊക്കെ കുറഞ്ഞ പണിയാന്ന് തോന്നരുത്. ക്ഷമിക്കണം, എൻ്റെ 2 അനുഭവം പറയാം. ഞാൻ പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ആണ് ബൈബിൾ കോളേജിൽ പോകുന്ന ആദ്യത്തെ ഘട്ടം. ഞാൻ ആദ്യം ചെല്ലുന്നത് ഈ ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിലാണ് അഡ്മിഷന് ചെല്ലുന്നത്. സാറ് ബൈബിൾ കോളേജ് അധ്യാപകനാണ്. പക്ഷേ പഴയ ബൈബിൾ കോളേജിൽ എത്ര പേരെ വിളിയുണ്ടോ എന്ന് ചോദിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പിള്ളേരിലെ കിടന്ന് വിഷമിക്കുക. ഇന്ന് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുക, വിളിയില്ലേലും വരാം. ഈ വിളിയുണ്ടോയെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒരുത്തം പറഞ്ഞാലത് വിളിയാകുമോ? അല്ല, എന്നെ കണ്ട് ബേബി സാറ് പറഞ്ഞു, എനിക്ക് വിളിയില്ല, തിരഞ്ഞെടുപ്പില്ല, പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോന്നു. ഒത്തിരി ദുഃഖം തോന്നി. പിന്നെ വേറൊരിടത്ത് എടുത്തു. അവിടെ ചെന്നപ്പോൾ നല്ല കട്ടിപ്പണിയുണ്ട്. കുഴപ്പമില്ല, എന്നാലും പഠിക്കണം. പഠിച്ചു. ഒരു കാര്യം അഭിമാനത്തോടെ പറയാം, ആരും ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പണികളൊക്കെ നമ്മളെ തലയ്ക്ക് വീതേ വരും. ഒരു ബുദ്ധിമുട്ടും തോന്നാതെ അത് വിശ്വസ്തയോടെ ചെയ്തു. എനിക്ക് അഡ്മിഷൻ നിരാകരിച്ച കോളേജിലും പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടി. പിന്നെ അത് പറഞ്ഞ് ഞാൻ കുത്തിയിട്ടൊന്നുമില്ല ഇന്ന് വരെ. അങ്ങനെ ഞാൻ ചെയ്യില്ല. അതൊക്കെ ഓരോ നിമിത്തങ്ങളല്ലേ. പിന്നെ ആ സാറുമായിട്ട് എത്രയോ തവണ സഹകരിച്ചു. അപ്പോൾ പിന്നെ അതും വെച്ച് സാറിന് 2 വെട്ടും വെട്ടി. അതൊന്നും നല്ലതല്ല. അതും കൊണ്ട് ഗുണമില്ല. ചില നിമിത്തങ്ങൾ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ തോറ്റെടുത്ത് ഞാനൊരു ദിവസം വരും, അങ്ങനെ പ്രാർത്ഥനയൊന്നും എനിക്കില്ല. ചൊല്ലി പറയില്ലേ, എന്നെ നിന്ദിച്ച അയൽക്കാരുടെ മധ്യത്തിലൊന്ന് മാനിക്കണം. വേണ്ടെന്നേ, അവനാണ് വലിയ ഉള്ളി. ഇവിടം കൊണ്ട് മാന്യത ഒതുക്കണ്ടെന്ന് അതിരുകൾ വിശാലമാക്കിക്കുക ദൈവമക്കൾ. അങ്ങോട്ട് പോട്ടെന്ന്, റേഞ്ച് അങ്ങോട്ട് പോട്ടെന്നേ. പുതുപ്പള്ളി കിടന്ന് കറങ്ങാതെ പുതുപ്പള്ളിയിൽ ഒതുങ്ങുന്ന മാന്യത പോരെന്നേ. നമുക്ക് രാജ്യാന്തര തലങ്ങളിലേക്കൊന്ന് ചിന്തിച്ചാട്ടെ. അതെന്താ പറ്റാത്തേ? അപ്പം നമ്മുടെ മാന്യത ക്രൂശ് തന്ന മാന്യതയാണ്, ഈ പുസ്തകം തന്ന മാന്യതയാണ്. അപ്പോൾ എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ പ്രിയരെ? പൗലോസ് ഓർത്ത് പുള്ളിയുടെ മാന്യത എന്തെന്നാ? ഈ റബി ആയത് ആ മാന്യത എന്നാണ്. നമ്മുടെ കേബ്ര സാറൊരു അധ്യാപകനായിരുന്നു. നമ്മളോട് ഒത്തിരി പേരുണ്ട് അങ്ങനെ. പക്ഷെ ഞാൻ പറയും, യേശുവിനെ അറിഞ്ഞതാണ് മാന്യതയെന്നേ. അല്ലെങ്കിൽ അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ പാതി പെൻഷൻ മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുകയുള്ളൂ. ഒരു മാഷിൻ്റെ ബഹുമാനമുള്ളൂ. മുമ്പ് പറഞ്ഞ പോലെ രാജ്യാന്തര വേദികളെ കാണാൻ, എല്ലാ പരിമിതികളെയും ഭേദിച്ചു പോകാൻ ദൈവം കൃപ കൊടുത്തതേ ഈ പുസ്തക കാരണം. ബഹുമാനപ്പെട്ട ഉണ്ണിച്ചാൻ, പരേതനായ നമ്മുടെ കെ ജോസഫ് അച്ചാൻ, അതേ ഒരു സൈനികനായിരുന്നു. ഒരു സൈനികനായിരുന്നെങ്കിൽ കിട്ടാവുന്ന പരമാവധി ബഹുമതി അവിടെയാണെങ്കിൽ റേഞ്ച് മുഴുവൻ മാറ്റിയത് ഈ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ വിരാജിക്കുന്ന നസ്രയനായ യേശുവിൻ്റെ ശബ്ദമാണ്. വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
അതിരി വിശാലമാക്കുന്നൊരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. ആർക്കും വരയിട്ടൊതുക്കാൻ കഴിയാത്ത വിധം മണ്ഡലങ്ങളെ വിശാലമാക്കുന്നവൻ അരികിലുണ്ട്. അതുകൊണ്ട് പൗലോസ് നിന്നെ മുഴുവൻ മാറ്റിയതേ ഒരു പാവത്താൻ്റെ പ്രാർത്ഥന. കിച്ചണിൽ കിടന്ന് കരിയും പുകയൊക്കെ അടിച്ച് വിഷമിച്ച സ്തെഫാനോസ് പതുക്കെ പതുക്കെ പ്രസംഗിച്ചു തുടങ്ങിയ പ്രസംഗം അണ പൊട്ടിഞ്ഞ് പോരുക. അപ്പോൾ ആൾക്കാർ കേട്ട് ചോദിച്ചു, ഇത് കിച്ചണിൽ നിന്ന് പറയേണ്ട കാര്യമില്ല, അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പ്രസംഗം കിട്ടി, സ്തെഫാനോസ് അങ്ങോട്ട് കത്തിക്കയറുക. അപ്പോൾ ആരാണ്ട് പറഞ്ഞു, ഇവൻ്റെ പേര് കേസെടുക്കണം. സാർ ഇത് തന്നെ പറഞ്ഞു തുടങ്ങി. ഒന്നിൽ ഈ പ്രസംഗം ഒരു റിസൾട്ട് ഉണ്ടാക്കും അല്ലേ, ഇല്ല അത് സുവിശേഷമല്ലെന്ന് പറഞ്ഞാൽ തുടങ്ങി. ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാക്കാത്ത എന്താ? നല്ല കലാപരമായി സാഹിത്യപരമായി വാക്കുകളൊക്കെ ഒപ്പിച്ച് സംസാരിക്കും, പക്ഷേ പാപി രക്ഷിക്കപ്പെടത്തില്ല. കാരണം പഠിച്ചിട്ടുണ്ടോ? ഒരു വിടുതലും ഉണ്ടാവില്ല. കാരണം പഠിച്ചിട്ടുണ്ടോ? ഇളക്കവും പെരുപ്പവും ചാട്ടവും ഉണ്ടെന്ന് പാപി രക്ഷിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ ദാസന്മാരല്ല ഈ കൈകൊണ്ട് എല്ലാ തരത്തിലും പെട്ടവനെ മൂക്കണം. ഒത്തിരി ആൾ പ്രാർത്ഥിച്ചു മുസ്ലിമിനെ മൂക്കാൻ. കർത്താവ് തന്നു തുടങ്ങിയപ്പോൾ അതിരില്ലാതെ ഇങ്ങ് തരികല്ലേ. പിന്നെ എല്ലാ എണ്ണത്തിലും പെട്ടവനെ മൂക്കാൻ ഈ കൈ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് സകല എണ്ണത്തിനെ മൂക്കും. അതിനു വേണ്ടിയുള്ള കൈ നമ്മുടെ. അപ്പോൾ എന്തിനാ പറഞ്ഞതെന്ന് അറിയണ്ടേ? ഇവിടെ പൗലോസ് എന്ന മനുഷ്യന് വേണ്ടി അവസാനം സ്തെഫാനോസ് കോടതി നിന്നാണ് പ്രസംഗിക്കുന്നത്. കോടതി കിട്ടിയൊരു ചാൻസ് പ്രസംഗിക്കാൻ. നിനക്ക് പറയാം. മഹാപുരോഹിതൻ പറഞ്ഞപ്പോൾ പറയുകയാണ്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പ് മെസപ്പൊട്ടേമിലായിരുന്നപ്പോൾ തേജോമയനായ ദൈവന് പ്രത്യക്ഷനായി. ആളുകൾ അമ്പരന്നു. കിച്ചണിലേ മത്തി കെട്ടി കറി വെച്ചുകൊണ്ടിരുന്ന സ്തെഫാനോസേ, ബീഫ് നുറുക്കി കറി വെച്ചുകൊണ്ടിരുന്നവനെ, അതല്ലെങ്കിൽ പലവ്യഞ്ജനം ശേഖരിച്ച് വെച്ചിട്ട് കണക്കെഴുതിയ ആളെ, എവിടുന്ന് കിട്ടി ഈ ഭാഷാപ്രയോഗം? എവിടുന്ന് കിട്ടി ഈ ജ്ഞാനം? അതാ ചാർജായി കഴിഞ്ഞാൽ കളി മാറുന്നു. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട പത്രോസ് ചാർജായി കഴിഞ്ഞപ്പോൾ വിളിച്ചു പറയുകയാണ്, ഇതേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇനമല്ല. യോവേൽ പ്രവാചകൻ എഴുതിയ പ്രവചനം അങ്ങോട്ട് നിറവേറിയിട്ടാണ് ഞങ്ങളുടെ ഈ ചാട്ടം. അപ്പോൾ നമുക്ക് ചോദിക്കാം, അച്ഛൻ എപ്പോഴാച്ചാ യോവേൽ പ്രവചനം വായിച്ചേ? എടാ കൊച്ചി അതൊക്കെ അങ്ങ് വായിച്ചു. തമ്പുരാൻ ഓർമ്മപ്പെടുത്തി. അപ്പോൾ ദൈവം ചിലപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന്. അടയപ്പെട്ട നാവുകളെ കൊണ്ട് സംസാരിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടയപ്പെട്ട എത്ര ദൂതുകൾ പുറത്തു വരാനുള്ള നാവ അതൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ആ ശരീരം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അതിന് പ്രായം തടസ്സമല്ലെന്ന്, സ്ഥിതിഗതികൾ തടസ്സമല്ലെന്ന് അങ്ങോട്ട് പ്രസംഗിച്ചു. പ്രസംഗത്തിൽ പഴയ നിയമം കംപ്ലീറ്റ് വന്നു, പുതിയ നിയമം കംപ്ലീറ്റ് വന്നു. ദൈവം അവനെ ഉയർപ്പിച്ചു എന്നതിനുള്ള സാക്ഷിയായി ഈ നിൽക്കുന്ന ഞാനെന്ന് അങ്ങോട്ട് തറപ്പിച്ചു പറയും. ഏറങ്ങ് തുടങ്ങി, എറിഞ്ഞു തുടങ്ങും. എന്താ പറയണ്ടേ? സ്തെഫാനോസ് പറഞ്ഞു, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുത്. അമ്പുരാൻ പറഞ്ഞു, നീ അവസാനം പറഞ്ഞ അതല്ലേ. ഞാൻ സമ്മതിച്ചു. ആ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ പറയും പൗലോസ്, നമുക്ക് മരിക്കും മുമ്പ് പ്രതികാരം ചെയ്തല്ല മരിക്കണ്ടേ. ഒരാത്മാവിനെ അവിടെയും നേടാൻ സാധിക്കണം, ഒരാളെയെങ്കിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ബഹുമാനരെ, ഇതങ്ങോട്ട് പ്രാർത്ഥിച്ച് പോകുന്ന വഴിക്ക് ആദ്യം കിട്ടിയത് അല്ല സൂപ്പർ അടി. നമ്മൾ ഇന്ന് സിറിയയില്ലേ പിടിച്ചെടുത്ത സിറിയ, ഇസ്രായേൽ പിടിച്ചെടുത്തു. എല്ലാം പോയി. സിറിയൊക്കെ അപ്പുറത്ത് ചാടി, പണ്ടേ മാറി സംഗതി എല്ലാം മാറി. നമ്മുടെ ഈ പത്രം ഇത് എഴുതാൻ ത്രാണിയുള്ള പത്രക്കാരനൊന്നും അല്ലെന്നേ. സംഭവം ഇങ്ങനൊന്നും അല്ല. ഇനി ഈ ഡമാസ്കസിൻ്റെ അതിൻ്റെ ക്യാപിറ്റലാണ്, സിറിയയുടെ ക്യാപിറ്റലാണ് ഡമാസ്കസ്. അതിൻ്റെ പടിവാതിക്ക് ചില്ലിയും കിട്ടി ഒരൊറ്റ അടി. കണ്ണിൻ്റെ കാഴ്ച പോയി. ചെല്ലു പറഞ്ഞ കുതിരപ്പുറത്തുനിന്ന് വീണു. ഞാൻ അവിടെ നോക്കിയിട്ട് കുതിരയൊന്നും ഇല്ല. പിന്നെ ഒരു കുതിരയല്ലേ ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഞാനും പിന്നെ അതങ്ങ് വിട്ടുകൊടുത്തു. ബൈബിളിൽ കുതിരയൊന്നും എഴുതിയിട്ടില്ല. പിന്നെ പൗലോസിനൊരു കുതിരയെ സൗജന്യമായി കിട്ടുന്നതിനകത്ത് എനിക്ക് അസൂയയില്ല. അവിടെ ഇരിക്കട്ടെ കുതിര. പൗലോസ് അവിടുന്ന് താഴെ വീണു. കണ്ണിൻ്റെ കാഴ്ച പോയി. തപ്പി കിടക്കണം. പക്ഷെ നമുക്ക് ചോദിക്കാം, പൗലോസ്, കാഴ്ചയുള്ളൊരു ഭൂതകാലം നിനക്കുണ്ടായിരുന്നല്ലേ? കാഴ്ചയുള്ള ഭൂതകാലത്ത് നിൻ്റെ കാഴ്ചയുള്ള എന്താ? എങ്ങനെ ഞങ്ങളെ കൊല്ലണം. ഇന്ന് കാഴ്ചയില്ലാത്തൊരു 3 ദിവസം. ഇതിലേതാ നിനക്കിഷ്ടം? പൗലോസ് പറയും, ഈ കാഴ്ചയില്ലാത്ത ശരീരം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നൊരു സുഖമുണ്ട്. ആ സുഖം അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രോഗമുള്ള ആ ശരീരത്തിൽ ഒരു സുഖമുണ്ട് സ്നേഹിത.
അവഹേളിക്കപ്പെടുന്ന ആ ജീവിതത്തിലും ഒരു സുഖമുണ്ട്. ആ സുഖം പണ്ടില്ലായിരുന്നു. ദൈവം ഒരുവനെ ശക്തീകരിച്ചു, ഒരു അനന്യാസ്. നമ്മുടെ മറ്റേ തല്ലിപ്പുള്ളി അനന്യാസ് അല്ല, പൈസ കട്ടെ. ഇത് വേറെ ആമ്പിള്ളേരുണ്ട് ആ പേരിൽ. ഹല്ലേലൂയ. അനന്യാസിന് ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, പോയി പ്രാർത്ഥിക്കുമോനെ. എന്നെ സന്തോഷിപ്പിച്ചത്, ഞാൻ ജീവിതത്തിൽ ഒരു കാർമ്മികമായൊരു കാര്യം വന്നാൽ ഏറ്റവും ഒരു സാധാരണ പാസ്റ്ററെ വിളിക്കുകയുള്ളൂ. മക്കളുടെ കല്യാണം നടത്തിയാലും വീടിന് തറക്കല്ലിട്ടാലും അതിന് സമർപ്പണം ചെയ്താലും ഞാൻ PM സാറിനെ വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ അനിൽക്കുടത്തോടത്ത് വിളിക്കരുത്. എന്താ കാര്യം തരേണ്ടത്? ഞങ്ങളിത് ഒത്തിരി കണ്ടതാണ്. കറിയാഭാഷ വിളിക്കരുത്, സാമ്പാഷ വിളിക്കരുത്. നിങ്ങളുടെ വഴിയടച്ചു പോവല്ല. 1000 കല്യാണം നടത്തുന്ന 500 വീട് സമർപ്പിക്കുന്ന നമുക്കിനകത്ത് പുതുമയില്ല. അതിലും പോരാ, അതിലും നല്ല വീട് അവിടെ ആയിരുന്നു, ഇതിലും നല്ല വീട് അപ്പുറത്തായിരുന്നു. ഇത് പിന്നെ കൊള്ളാം, ഇതും പറഞ്ഞേച്ചേ പോകുള്ളൂ, ചോറും കൊണ്ട് കാശും മേടിച്ചിട്ടേ. പക്ഷെ ഇതിന് ഒരവസരവും കിട്ടാത്ത ഒരുത്തിന് കൊടുത്തു നോക്കി അവൻ നെഞ്ചുരുക്കൊന്ന് പ്രാർത്ഥിക്കും. വാക്കൊക്കെ തെറ്റിക്കോട്ടെന്നേ, ഇച്ചിരി തെറ്റുമൊക്കെ വന്നോട്ടെന്ന്, മനുഷ്യനല്ലേ. പക്ഷെ അവൻ്റെ അനുഗ്രഹം പോലെ മകത്തരമായതൊന്നുമില്ല. മനസ്സിലായോ പറഞ്ഞേ? എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തൊരു വചനമുണ്ട്, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. നല്ലൊരു വീട് വെച്ചിട്ടേ, കല്യാണം നടത്തിയിട്ടേ, ആ കിടന്ന് കഷ്ടപ്പെടുന്ന ലോക്കൽ പാസ്റ്ററെ ഓർക്കാത്ത നമുക്കുണ്ടാകുന്ന ശാപം പോലും ശാപമുണ്ടോ? കൊച്ചിനെ കെട്ടിക്കാൻ ഉപവാസം എടുക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, കണ്ണീരൊഴുക്കുന്നത്, ശവം അടക്കിക്കഴിഞ്ഞ് വീണ്ടും പോയി കുളിയും കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നത്, 3-4 ദിവസമായിട്ട് ഉറങ്ങാൻ നിൽക്കുന്ന ആ മനുഷ്യനെ കണ്ടിട്ട് ഒരു നല്ല വാക്ക് പറയാത്ത നിൻ്റെ എന്തോ അനുഗ്രഹമാണ്, എന്തോ മനസ്സാ. ഹല്ലേലൂയ. എന്താ പറഞ്ഞേ? അനന്യാസം എന്ന് പറഞ്ഞൊരു പാവം മനുഷ്യനെ വിട്ടെന്ന്. പേരുള്ളവനുണ്ടെന്നേ, പത്രോസുണ്ട്, യോഹന്നാനുണ്ട്, അന്ത്രയോസുണ്ട്. ഒരുത്തനെയും വിടാതെ പറഞ്ഞു, കുഞ്ഞെ നീ പോയിട്ട് ആ റബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ധാരാ കക്ഷി നിർത്ത. റബി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 613 നിയമങ്ങൾ നന്നായിട്ട് അഭ്യസിച്ചതിൻ്റെ വ്യാഖ്യാനങ്ങളും ശിക്ഷകളും ഇതൊക്കെ മനപ്പാടം അടിക്കാൻ കഴിയുന്ന പണ്ഡിത ശ്രേഷ്ഠൻ. അതിലെ കാണുമ്പോഴേ വിളിക്കേണ്ടത് സഞ്ചരിക്കുന്ന ന്യായപ്രമാണം എന്ന് വിളിക്കണമെന്നാണ്. സഞ്ചരിക്കുന്ന ന്യായപ്രമാണം, അതൊക്കെ ഇതറിയാം. അതുകൊണ്ട് അവരെ കാണുമ്പോഴേ ബഹുമാനമാണ്, റബി എന്ന് വിളിക്കണം. അനന്യാസ് അങ്ങോട്ട് ചെന്നു. റബ്ബി എന്ന് വിളിക്കുന്നവനെ കണ്ടിട്ട് ഒറ്റ വിളി, സഹോദരാ ശൗലേ. നമ്മളാണെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. സഹോദരാ ശൗലി, കാഴ്ച പ്രാപിക്കുക. ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് കണ്ണിൽ നിന്ന് പോയി. എങ്ങനെ പറഞ്ഞിട്ടേ, നീ പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് കാഴ്ച പ്രാപിക്കാൻ. ചുമ്മാ കണ്ട പോരാ. അന്നു മുതൽ പൗലോസ് ഒരു പുതുമനുഷ്യനായി. ആ കാഴ്ചകളുടെ സമാഹാരമാണ് നമുക്ക് ഈ കിട്ടിയേക്കുന്നത്. അതിനെ ഞാൻ ഇങ്ങനെ സംശയിക്കാം. വീണ് കിടക്കുന്ന ഘട്ടത്തിലൊരു ചോദ്യം. അതുവരെ അവന് പിതാവാം ദൈവത്തെ അറിയാം. അതാ ന്യായപ്രമാണം പഠിപ്പിച്ചത്, പിതാവിനെ വ്യക്തമാക്കി. പക്ഷേ അടി കിട്ടേണ്ടെന്ന് അവനൊരു ചോദ്യം, നീ ആരാണ്? അന്ന് പറഞ്ഞു, ഞാൻ അവിടുത്തെ പുത്രനായ യേശു എന്ന പേര്. പുത്രനെ മനസ്സിലായി. അടുത്ത ദിവസം കാഴ്ച പ്രാപിച്ചപ്പോൾ പറയുന്നത്, ഇങ്ങനെ ഒരു വ്യക്തിത്വമുണ്ട്, പരിശുദ്ധാത്മപൂർണൻ. പിറ്റേന്ന് പോലെ ആൾ ചാർജായിരുന്നു, സുവിശേഷം പറയാൻ തുടങ്ങി. ആ പോകുന്ന വഴി ഒരുത്തനെ കണ്ട് എലീമാസ് എന്ന വിദ്വാൻ ദേശാധിപതിയുടെ വിശ്വാസം തടുത്തെന്ന്. ഈ പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ ഈ ഡിബേറ്റിനൊന്നും ആരെയും കൊണ്ടുപോകില്ല. വൈകാരികമായി ഇടപെടുന്നവനെ അവിടെ കൊണ്ടുപോയി അവൻ പണി തരും. നിങ്ങളോട് ആണ്ട് രഹസ്യം തുറന്നു പറയാൻ ലൈവ് ഉണ്ടെങ്കിലും ഞങ്ങളൊരു വിധത്തിലാണ് അവനെ വൈകാരികമാക്കി വെച്ചേക്കുന്നത്. അവൻ ചൂടാകാനാണ് ചിലത് കൊടുക്കുന്നത്. കാരണം അവൻ ചൂടായി വരുമ്പോൾ നമുക്കൊരടിയുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഓങ്ങുമ്പോൾ ഓഡിയൻസിൽ നിന്ന് കിടന്ന് വെള്ളം വെക്കുക. വേണ്ടെന്ന്, പണിയുണ്ടെന്ന്. പൂട്ടി അവിടെ ഇട്ടിരിക്കുക, ഊരത്തില്ലെന്ന്. ഇതുപോലെ സുവിശേഷം പറയാൻ പോയാൽ നമ്മളിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തിന് ഇടയ്ക്ക് വഴി കയറി വേറെണ്ണം പറഞ്ഞ് മുഴുവൻ തെറ്റിച്ച് കളയും. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാകാവുള്ളൂ ഒരാൾ പറയുമ്പോൾ. പ്രാർത്ഥിച്ചങ്ങനെ ഏതാശയം വന്നാലും മിണ്ടായിരുന്നോണ്ട് മറ്റവൻ പറഞ്ഞോളൂ എന്ന്. നമ്മുടെ ഈ വാചാലത കൊണ്ടല്ലെന്ന് പാവി രക്ഷിക്കപ്പെടുന്നത്, ആത്മപ്രവർത്തനം. വാക്ക് തെറ്റിക്കുന്ന എലീമാസ് എന്ന വിദ്വാൻ, അവന് ബെർയേശു എന്നും പേരുണ്ട്. ആ പദത്തിൻ്റെ അർത്ഥം മുമ്പ് പറഞ്ഞാൽ യേശുവിൻ്റെ മകനെന്നാണ്. പൗലോസ് അവൻ്റെ പേരങ്ങ് മാറ്റി പിശാചിൻ്റെ മകനെ. കണ്ടോ, സുവിശേഷത്തിനെതിരെ നിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാ പിശാചിൻ്റെ മകനെ.
ഒരു വിളിയും പിടിച്ചിട്ട് പറയാം, ഒരു നിമിഷ നേരത്തേക്ക് നീ അന്ധനാകും. എന്താണെന്നറിയണ്ടേ? പൗലോസിന് പണ്ട് യേശു കൊടുത്തൊരടിയാണ് ഈ അന്ധത. അന്ന് മുതൽ പുള്ളി ഓർക്കുന്നുണ്ട്, ഇത് എവിടെയെങ്കിലും കൊണ്ടൊന്ന് കൊടുക്കണം, ഈ ശുശ്രൂഷ എവിടെയെങ്കിലും ഒന്ന് വെളിപ്പെടുത്തണമെന്ന് ഓർത്ത് പോയപ്പോൾ ഉണ്ട് ആ പഞ്ചായത്തിലൊരുത്തനെ കിട്ടി. അതുകൊണ്ട് ചിലർക്ക് സുവിശേഷം ഒരു കാഴ്ചയാണെങ്കിൽ ചിലരുടെ കാഴ്ച മറയുന്ന അനുഭവമാണ്. നമുക്കെന്ത് കർത്താവിൻ്റെ ഏൽപ്പിക്കുക. അന്ധകാരത്താലെല്ലാം കണ്ണും വാങ്ങുമ്പോൾ മങ്ങിടാത്തൊരു കണ്ണ്, ആ കണ്ണാണ് എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചം. ആ കണ്ണെനിക്ക് തന്നവൻ യേശുവാണ്. അതിനെ പൂർണ്ണനാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരുപോലെ സ്തുതി അർപ്പിച്ചുകൊണ്ട് അകക്കണ്ണുകളുടെ ജലനം കാത്ത് നമുക്കവനെ ആരാധിപ്പാൻ സർവശക്തൻ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.